ഹായ്, ഹലോ, കേൾക്കാവോ? കേൾക്കാം. അപ്പം നമുക്ക് പരിപാടി സ്റ്റാർട്ട് ചെയ്താലോ? അപ്പോൾ ഇന്ന് നമ്മളെ ഡേ 1 ആണ്. അപ്പം നമുക്കിനി 2 ദിവസം കൂടി ഇങ്ങനെ ഒരു വർക്ക്ഷോപ്പുകൾ വരുന്നുണ്ട്. അപ്പം ഡേ 1 നമുക്കിവിടെ ക്ലാസ് എടുക്കാൻ വന്നേക്കുന്നതെന്ന് പറയുന്നത് ഇമ്മാനുവൽ തോമസ് ചേട്ടനാണ്. ചേട്ടൻ എന്ന് പറയുന്നത് MIT മിക്സിലെ 4th ഇയർ സ്റ്റുഡൻ്റ് ആണ്. CTO സൂപ്പർ ഐ. അപ്പം ചേട്ടനെ കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല. ചേട്ടൻ തന്നെ ചെറിയൊരു ഇൻട്രോ തന്നിട്ട് നിങ്ങൾക്ക് ഫണ്ടമെന്റൽസിലോട്ട് ചേർന്നായിരിക്കും. ചേട്ടാ, ദ സ്റ്റേജ് ഇസ് യുവേഴ്സ്. താങ്ക് യു ശരത്. ശരത് പറഞ്ഞ പോലെ ഞാൻ 4th ഇയർ മിക്സ് ആണ്. പിന്നെ സൂപ്പേ എന്ന് പറയുന്നത് എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ഒരു സ്റ്റാർട്ടപ്പ് ഇനീഷ്യേറ്റീവ് ആണ്. 3 പാർട്ട്നേഴ്സ് ആണുള്ളത്. ആൻഡ് ഞങ്ങൾ ഏജന്റിക് AI ബേസ്ഡ് ഒരു പ്രൊജക്റ്റ് വർക്ക് ചെയ്യുവാണ്. കൂടാതെ മറ്റു പല പ്രൊജക്ട്സും ചെയ്യുന്നുണ്ട്. സോ അതാണ് എൻ്റെ ബേസിക് ആയിട്ടുള്ള ഇൻട്രോ. സോ ഇന്നത്തെ ക്ലാസ് തുടങ്ങാന്ന് പറഞ്ഞാൽ ഒരു ഇൻട്രോ ആയിട്ട് ഒരു PPT ബേസിക് ആയിട്ടുള്ള എല്ലാ ടോപ്പിക്സും കവർ ചെയ്യും. ഇന്ന് കവർ ചെയ്യാൻ പോകുന്ന എല്ലാ ടോപ്പിക്സ്. പിന്നെ നമ്മൾ ഹാൻഡ്സ് ഓൺ ആയിട്ട് കോഡ് ഞാൻ തരാം. പിന്നെ ഒരു വെബ്സൈറ്റിന്റെ ഫ്രെയിംവർക്കും പഠിക്കുന്ന ആളുകൾ. അങ്ങനെ ഞാൻ PPT ഷെയർ ചെയ്ത് നമുക്കൊരു ഇൻട്രോയിൽ കൂടെ കിടക്കാം. സോ എല്ലാവർക്കും കാണാൻ തോന്നുന്നു. യെസ്, കാണാൻ പറ്റും. തീർച്ചയായും. Yeah. So today foundations AI. So നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന ഹൗ മോഡേൺ വെബ്സൈറ്റ്സ് ആണ്. സോ ബേസിക്കലി ഒരു റിയാക്ട് കോഡ് ഓർ സോ നമ്മൾ ഒരു റിയാക്ട് മേൺ സ്റ്റാക്ക് വരെ ഉപയോഗിക്കും, വിച്ച് ഇസ് റിയാക്ട് നോട്ട് ജെഎസ്. ബേസിക് പ്രൊജക്റ്റിന് ഒരു സോഫ്റ്റ്വെയർ പ്രൊജക്റ്റിന് വെബ്സൈറ്റ്സ് ഉപയോഗിക്കുന്നത് റിയാക്ട് നോട്ട് ജെഎസ് ആയിരിക്കും. ബട്ട് നമുക്കിന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ എളുപ്പത്തിന് ഐ ഹാവ് ചൂസൺ പൈത്തൺ ഫ്രെയിംവർക്ക് ആണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. വിത്ത് ഫ്രണ്ട് എൻഡ് യൂസിങ് സ്ക്രീൻലിറ്റ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് എൻഡിൽ കാണുന്ന ഓരോ ആനിമേഷൻസ് ഡിസ്പ്ലേ എല്ലാം നമുക്കത് HTML CSS വെച്ച് ചെയ്യാം. നമുക്ക് പൈത്തണിൽ എഴുതാൻ വേണ്ടി ഞാൻ സ്ക്രീൻലിറ്റ് ഉപയോഗിച്ച് ചെയ്യും. പിന്നെ ബാക്ക് എൻഡ് ലോജിക്കൽ ആൻഡ് പ്രോസസിംഗ് പാർട്ട് ഓഫ് ദ ടോപ്പിക് ഇസ് ഹാൻഡിൽ ബൈ ദ ബാക്ക് എൻഡ്. ആൻഡ് അത് ഉപയോഗിക്കാൻ വേണ്ടി നമുക്ക് ഫാസ്റ്റ് API എന്ന് പറയുന്ന പൈത്തൺ തന്നെ ഇൻബിൽട്ട് ആയിട്ടുള്ള ബാക്ക് എൻഡ് ഉണ്ട്. ആൻഡ് AI പാർട്സ് നമ്മളിപ്പം ടെൻസർഫ്ലോ, കേരാസ്, കുറെ ഇൻബിൽട്ട് പൈത്തൺ പാക്കേജസ് ഉണ്ട്. ഓൾസോ ഡേറ്റാബേസ്. സോ യൂസർ മെയിൻലി ഇന്ററാക്ട് ചെയ്യുന്നത് ഫ്രണ്ട് എൻഡ് വെച്ചാണ്. വിച്ച് ഓൾസോ ഈ ഫ്രണ്ട് എൻഡിൽ ഇന്ററാക്ട് ചെയ്യുന്നതെല്ലാം അത് ബാക്ക് എൻഡിലേക്ക് പാസ് ചെയ്യും. ബാക്ക് എൻഡിലാണ് ലോജിക്കൽ ആയിട്ടുള്ള എല്ലാ പ്രോസസ്സും നടക്കുന്നത്. സോ ഈ ബാക്ക് എൻഡിൽ നടക്കുന്ന ലോജിക്കൽ ആയിട്ടുള്ള പ്രോസസ്സിന് ഡേറ്റാബേസിലേക്ക് ചിലപ്പോൾ സ്റ്റോർ ചെയ്യേണ്ടി വരും, ഡേറ്റാബേസിന്റെ റിട്രീവ് ചെയ്യേണ്ടി വരും, കുറെ AI ഓപ്പറേഷൻസ് ഉപയോഗിക്കേണ്ടി വരും. അതിനെല്ലാം ഈ ഡേറ്റയായിട്ട് കോൺടാക്ട്. ദാറ്റ് ഇസ് ഹൗ എ മോഡേൺ വെബ്സൈറ്റ് വർക്ക്സ്. നമുക്കിപ്പം നമ്മുടെ ഈ ആവശ്യത്തിന് AI എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് ചോദ്യം വരും. സോ ഇങ്ങനെ ഇപ്പം ഈസി ആയിട്ട് ഫ്രണ്ട് ബാക്ക് എൻഡ് കോഡൊക്കെ നമുക്ക് കോഡ് ചെയ്തെടുക്കാം. ഫോർ എക്സാമ്പിൾ കോപൈലറ്റ്, കേഴ്സർ, ഐ ഹോപ്പ് ആരിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും. ഈ AI നമുക്ക് ഫ്രണ്ട് എൻഡ് കോഡ്സും ബാക്ക് എൻഡ് കോഡ്സും ഒക്കെ ഈസ് വെച്ച് ഉണ്ട്. പണ്ടത്തെ പോലെ ഓരോ ലൈൻ എഴുതിക്കൊണ്ടിരിക്കേണ്ട.
ഓൾസോ നമുക്ക് ഈ ഒരു റോൾസ് കൊടുക്കാം. ഫോർ എക്സാമ്പിൾ ബീങ് എ ചാറ്റ് ബോട്ട്, എ ഐക്ക് ഒരു റോൾ കൊടുത്താൽ എ ഐ വിൽ റെസ്പോണ്ട് ടു യു അക്കോർഡിംഗ് ടു ദ റോൾ. ഈ കൊടുത്ത റോൾ അനുസരിച്ച് നമുക്ക് എ ഐ റെസ്പോണ്ട് ചെയ്യും. സോ നെക്സ്റ്റ് ടോപ്പിക് നമ്മൾ കിടക്കാൻ പോകുന്നത് ഗൂഗിൾ എ ഐ എക്കോസിസ്റ്റം ആണ്, വിച്ച് കൺസിസ്റ്റ് ഓഫ് ജെമിനി. എല്ലാവരും ഉപയോഗിക്കണമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ജെമിനി ചാറ്റ് പോലെയാണ് നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന ജെമിനി ആൻഡ് ഗൂഗിൾ എ ഐ സ്റ്റുഡിയോ. ഗൂഗിൾ എ ഐ സ്റ്റുഡിയോയും ജെമിനിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഗൂഗിൾ എ ഐ സ്റ്റുഡിയോ നമ്മൾ ഡെവലപ്പേഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇറ്റ് ഇസ് പ്രോംപ്റ്റ് പ്ലേ ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ടെസ്റ്റിംഗ് പ്ലാറ്റ്ഫോം. നമ്മളിപ്പോൾ ഒരു API ഉപയോഗിക്കാമെന്ന് വിചാരിച്ചാൽ നമ്മുടെ പ്രൊജക്റ്റിന്, നമുക്കത് പ്രൊജക്റ്റിനകത്ത് ഇംപ്ലിമെന്റ് ചെയ്തിട്ട്, ഇപ്പം പെയ്ഡ് APIs ഒക്കെ ആണെങ്കിൽ അത് ഇംപ്ലിമെന്റ് ചെയ്തിട്ട് നമുക്ക് അതിന്റെ ഡ്രോബാക്സ് കണ്ടുപിടിക്കുന്നതിനേക്കാളും ഭേദം ഗൂഗിൾ എ ഐ സ്റ്റുഡിയോ പ്രൊവൈഡ്സ് എ പ്ലാറ്റ്ഫോം സോ ആസ് വി കുഡ് ടെസ്റ്റ് ദിസ് API, അതിന്റെ എഫിഷ്യൻസി ടെസ്റ്റ് ചെയ്യാം, അതനുസരിച്ച് നമുക്കതിന്റെ യൂസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അതിന് നമ്മൾ എ സ്റ്റുഡിയോ ഉപയോഗിച്ച് പ്രോംപ്റ്റ് കുറെ ഫീച്ചേഴ്സ് ഉണ്ട്. ഐ വിൽ ഗോ ത്രൂ ദാറ്റ്. ആൻഡ് ജെമിനി API is the API key. What is Gemini? It is a conversational AI, a code generator, a writing assistant, a reasoning engine. ചാറ്റ് GPT പോലെ നമുക്കിപ്പം ഡേ ടു ഡേ ലൈഫിൽ കോൺവെർസേഷൻ നോക്കാൻ കോഡ് ജനറേറ്റ് ചെയ്യും, നമുക്ക് റൈറ്റിംഗിന് അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യും. ഓൾസോ ഇറ്റ് ഹാസ് എ ഹ്യൂമൻ ലൈക്ക് റീസണിങ്. ദാറ്റ് ഇസ് ജെമിനി. ആൻഡ് ഗൂഗിൾ എ ഐ സ്റ്റുഡിയോ എന്താണെന്ന് വെച്ചാൽ ഗൂഗിൾ എ ഐ സ്റ്റുഡിയോ ലൈക്ക് പ്രീവിയസ്ലി ഒരു പ്ലേ ഗ്രൗണ്ട് ആണ്, നമുക്ക് എക്സ്പെരിമെന്റ് ചെയ്യാനുള്ള, സേഫ് ആയിട്ട് നമ്മുടെ പ്രൊജക്റ്റിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാതെ നമുക്ക് ആ പ്രൊഡക്റ്റ് നമ്മുടെ API ഒരു എക്സ്പെരിമെന്റ് ചെയ്യാം, നമുക്ക് ഹാൻഡ്സ് ഓൺ ആയിട്ട് ചെയ്തു പോകാം. ദ ഫൈൻഡ് ഓഫ് പ്രോംപ്റ്റിംഗ്, പ്രോംപ്റ്റിന് ഒരു ബേസിക് സ്ട്രക്ചർ വേണം. റോൾ ടാസ്ക് ഔട്ട്പുട്ട് ഫോർമാറ്റ്. റോൾ ഇപ്പൊ കൺസിഡർ ചെയ്ത യു ആർ എ വെബ് ഡെവലപ്പർ. വെബ് ഡെവലപ്പർ ആണ് അതിന്റെ റോള്. നമ്മളെ AI കൊടുക്കുന്ന റോള് വെബ് ഡെവലപ്പർ. ടാസ്ക് എന്ന് പറയുന്നത് ക്രിയേറ്റ് സിമ്പിൾ ഹോം, ബേസിക് ഹോം പേജ്, ലാൻഡ്വേജ് ക്രിയേറ്റ് ചെയ്യാനുള്ളതാണ് ടാസ്ക്. ആൻഡ് ഔട്ട്പുട്ട് ഫോർമാറ്റ് എന്ന് പറയുന്നത് സ്ട്രീംലിറ്റ് കോഡ്, അതായത് ഫ്രണ്ട് എൻഡ് മാത്രമുള്ള കോഡ്. അതാണ് HTML CSS ഇതിനെ പ്രൊഡ്യൂസ് ചെയ്തതാണ്. സോ നമ്മൾ ചുമ്മാ ക്രിയേറ്റ് വെബ്സൈറ്റ് ഹോം പേജ് എന്ന് പറയുന്നത് കൊടുക്കുന്നതിനേക്കാളും ഭേദം ഇങ്ങനെ ഒരു റോൾ ടാസ്ക് ഔട്ട്പുട്ട് ഫോർമാറ്റ് ഗുഡ് പ്രോംപ്റ്റ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി എ സ്ട്രക്ചർഡ് ഔട്ട്പുട്ട് നമുക്ക് കിട്ടും, ഒരു എഫിഷ്യന്റ് ഔട്ട്പുട്ട് കിട്ടും. അത് പ്രോംപ്റ്റിങ്ങിന്റെ ബേസിക്സ് ആയിട്ട് വരും. സോ അത്ര ഉള്ളൂ പ്രസന്റേഷൻ. ഞാൻ ഇനി ബേസിക്സ് ഓഫ് പൈത്തണിലേക്ക് കിടക്കാം. ഒരു പൈത്തൺ ഉപയോഗിച്ച് ഒരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്ത് അതിൽ പ്രസന്റ്. സോ ടോപ്പിക് എന്ന് പറയുന്നത് I have taken an example of PDF Q&A agent. Q&A agent എന്താണെന്ന് വെച്ചാൽ ഒരു PDF അപ്ലോഡ് ചെയ്തിട്ട് അതിലുള്ള ഡേറ്റ വെച്ച് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യും. അതാണ് PDF Q&A agent. ആൻഡ് ഇതിന് ഫാസ്റ്റ് API ബാക്ക്എൻഡ് വിത്ത് വെക്ടർ DB ഫ്രോം ഡേറ്റാബേസ് ആണ് ഉപയോഗിച്ചത്, വിത്ത് ഏജന്റ് ലോജിക് ആൻഡ് സ്ട്രീംസ് ആണ് ഫ്രണ്ട് ആയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. സോ ഇതുവരെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ആൻഡ് ബേസിക്. ആയിരം ചോദിക്കാനുണ്ട്. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കട്ടോ, അല്ലെങ്കിൽ മെസ്സേജ് ഇട്ടാലും മതി. ഓക്കെ ഓക്കെ. സോ ഇപ്പൊ ഞാനൊരു ഫ്രെയിംവർക്ക് എക്സ്പ്ലെയിൻ ചെയ്തിട്ടായിരുന്നു. ഒരു PDF Q&A ഫ്രെയിംവർക്കിലാണ് നമ്മൾ കിടക്കുന്നത്. സോ ദ ഫയൽ സ്ട്രക്ചർ വിൽ ബി ലൈക്ക് ഏജന്റിക് PDF ആപ്പ്. ഒരു PDF ആപ്പ് എന്ന് പറഞ്ഞൊരു ഫോൾഡറിനകത്ത് നമുക്ക് രണ്ട് ഫോൾഡറാണ്, ബാക്ക് എൻഡും ഫ്രണ്ട് എൻഡും. പിന്നെ requirements.txt എന്ന് പറയുന്നത്, സോ നമ്മളിപ്പോ ഒരു കോഡ് എഴുതാന്ന് വിചാരിച്ചു, നമുക്ക് ലാങ് ചെയിന് വേണ്ടി വരും,
ഗൂഗിൾ ജെമിനി എന്ന് പറഞ്ഞ പാക്കേജസ് ഒക്കെ വേണ്ടി വരും. ആ പാക്സ് എല്ലാം നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടി റിക്വയർമെന്റ് TXT എന്ന് പറഞ്ഞൊരു സെപ്പറേറ്റ് ഫയലിനകത്ത് ഈ പാക്കേജസ് മാത്രമായിട്ട് ടൈപ്പ് ചെയ്ത് വെക്കാം. സോ install requirements.txt മാത്രം റൺ ചെയ്ത ഓൾ ദ നെസസറി പാക്കേജസ്. അതിപ്പോൾ ഷെയറിങ്ങിന്റെ ഈസിന് വേണ്ടിയാണ് നമ്മൾ requirements.txt ഉണ്ടാക്കുന്നത്. അത് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ബട്ട് ഇറ്റ് വിൽ ബി മോർ റീഡബിൾ. കോഡ് വേറെ ഒരാൾ ഉപയോഗിക്കുമ്പോൾ requirements.txt വിൽ മോർ എഫിഷ്യൻ. ഇങ്ങനെയുള്ള നമുക്ക് ബേസിക് ആയിട്ട് വരുന്ന രണ്ട് ബാക്ക് എൻഡ് ഫ്രണ്ട് എൻഡും ആണ്. ബാക്ക് എൻഡിൽ വി ഹാവ് app.py, ഫാസ്റ്റ് API എൻട്രി പോയിന്റ്സ്, അത് എക്സ്പ്ലെയിൻ ചെയ്യാം. agentic ലോജിക് ഓഫ് ആ PDF-നകത്തെ കണ്ടന്റ് വെച്ച് എങ്ങനെ ഔട്ട്പുട്ട് ഔട്ട്പുട്ട് കൊണ്ടുവരണം എന്നുള്ളത് agentic log.py വെച്ചേക്കുന്നത്. memory.py നമ്മൾ PDF-ന് ഡേറ്റ എക്സ്ട്രാക്ട് ചെയ്ത് ചങ്ക് സൈഡ് സ്റ്റോർ, ആൻഡ് PDF loader simply for loading the PDF. app.py in front end is the Streamlit interface. So I'll get into the code. So the full code in there, it is just a basic what a front end looks like. In this case, it's the backend. From fast API, import fast API and upload file. ഈ fast എന്ന് പറയുന്നത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഒരു ഡിപ്പെൻഡൻസി ആണ്. ഇറ്റ് ഇസ് ആൻ എക്സ്റ്റേണൽ ഡിപ്പെൻഡൻസി, പക്ഷെ ഫയൽ ഇൻബിൽഡ് ആയിട്ടുള്ളതാണ്. വി കുഡ് ഇൻസ്റ്റാൾ ഇറ്റ് ഫ്രം ദ നെറ്റ്. ഫാസ്റ്റ് API എന്ന് പറയുന്ന ഒരു പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇതിനകത്ത് ഫാസ്റ്റ് അപ്ലോഡ് ഫയൽ എന്ന് പറഞ്ഞ മൊഡ്യൂൾസ് നമ്മൾ ചേട്ടാ ചിലവർക്ക് ഇവിടെ ഗൂഗിൾ കേക്കാവോ? ഹലോ 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 കേക്കാവോ ചേട്ടാ? ഹലോ ചേട്ടാ ചിലവർക്ക് ഗൂഗിൾ കൊളാബ് എന്താണെന്ന് അറിഞ്ഞുകൂടാത്തവരും ഉണ്ട്. അപ്പം ചേട്ടാ അതൊന്ന് പറഞ്ഞിട്ട് അതിനകത്ത് എഡിറ്റ് ചെയ്താൽ നല്ലതായിരിക്കും. എല്ലാരും വിഷ്വൽ സ്റ്റുഡിയോ കോഡിലൊക്കെ കിടന്ന് ചെയ്ത കാരണം അവർക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് അറിഞ്ഞൂടായിരിക്കും. സോ കൊലാബ് എന്താന്ന് പറഞ്ഞാൽ ഇപ്പം ഈ കോഡ് ഞാൻ കൊലാബ് റൺ ചെയ്യുന്നില്ല. റൺ ചെയ്യാൻ സെപ്പറേറ്റ് കോഡ് ഷെയർ ചെയ്ത് തരും. അതായത് നമുക്ക് കൊലാബിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഞാനിപ്പോൾ ഒരു സ്മോൾ എക്സാമ്പിൾ പറഞ്ഞുതരാം. കൊലാബ് എന്ന് പറയുന്നത് നമുക്കൊരു വെർച്വൽ ഇൻഡെക്സ് ആണ്. ക്ലൗഡ് ലൈക്ക് എൻവയൺമെന്റ്. നമ്മുടെ കോഡ്സ് പൈത്തൺ കോഡ്സ് റൺ ചെയ്യാൻ ഇറ്റ് വിൽ പ്രൊവൈഡ് GPU ആയിട്ടൊക്കെ പ്രൊവൈഡ് ചെയ്യും. ഗൂഗിളിന്റെ തന്നെ GPU ആയിട്ട് പ്രൊവൈഡ് ചെയ്യും. API കീസ് എല്ലാം ചെയ്യാൻ പറ്റും. അങ്ങനെ ഗൂഗിളിന്റെ ഇൻബിൽഡ് ആയിട്ടുള്ള ഒരു ഫയലാണ് കൊലാബ് ഫയൽ. പൈത്തൺ കോഡ്സ് റൺ ചെയ്യാൻ, മെയിൻലി പൈത്തൺ കോഡ്സ് റൺ ചെയ്യാൻ വേണ്ടിയാണ്. ഒരു T4 GPU വെച്ചാണ് നമുക്ക് ഇതിനെ ഇൻബിൽഡ് ആയിട്ട് ഒരു T4 GPU ഓർ CPU നമുക്ക് നമ്മുടെ കോഡിന്റെ സ്കേലബിലിറ്റി അനുസരിച്ച് നമുക്ക് മാറ്റി കൊടുക്കാം. ആൻഡ് പൈത്തൺ 3, R, ജൂലിയ, ഈ 3 ലാംഗ്വേജസ്. ആറും ഒരു പ്രോഗ്രാമാണ്, ജൂലിയ ഓൾസോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ബേസിക്കലി ഉപയോഗിക്കുന്ന പൈത്തൺ 3ക്ക് വേണ്ടിയാണ്. ആൻഡ് റൺ ടൈം വേർഷൻസ് ഓൾസോ നമുക്ക് പ്രീവിയസ് വേർഷൻസ് യൂസ് ചെയ്യാം. സോ അതാണ് ബേസിക്കലി കൊലാബ് ഫയൽ എന്ന് പറയുന്നത്. ആൻഡ് ഇത് റൺ ചെയ്യാനുള്ള നമുക്ക് നെക്സ്റ്റ് കൊലാബ് ഫയലിന് ഒരു കോപ്പി ആയിട്ട് അയച്ചുതരാം. ആൻഡ് വി കുഡ് റൺ ഇറ്റ് ടുഗദർ. ദിസ് ഇസ് ഫോർ ജസ്റ്റ് എക്സ്പ്ലെയിനിങ് ദ ഒരു വെബ്സൈറ്റിന്റെ ഫ്രെയിംവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഒരു കോഡാണ്. ഇതാരും റൺ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊരു ഐഡിയ ആണ്. സോ ബാക്കിന്റെ മെയിൻ ഫയലാണ് app.py. ഇതിനകത്താണ് നമ്മളെ ഫാസ്റ്റ് APIയുടെ എൻഡ് പോയിന്റ്സ് ഉപയോഗിക്കുന്നത്. ഒരു ബാക്കെൻഡിൽ മെയിൻ ആയിട്ട് വരുന്ന പോസ്റ്റ്, ഗെറ്റ്, ഫുൾ, ഡിലീറ്റ് 3 ഫങ്ഷൻസ് ആണ് ബാക്കെൻഡ് വരുന്നത്. പോസ്റ്റ് ഇസ് യൂസ് ടു പോസ്റ്റ് ഓർ ഗെറ്റ് ടു പോസ്റ്റ് ന്യൂ നമ്മുടെ ഔട്ട്പുട്ട്സ് ഫ്രണ്ട് എൻഡിലേക്ക് ഫോർവേഡ് ചെയ്ത് ഇടാനുള്ള പോസ്റ്റ് ഉപയോഗിക്കുന്നത്. ഗെറ്റ് ഫംഗ്ഷൻ ഉപയോഗിച്ച് ഔട്ട്പുട്ട്സ് ഫ്രണ്ട് എൻഡിൽ നിന്ന് ബാക്ക് എൻഡിലേക്ക് വലിക്കാനും. ആൻഡ് ഫുൾ ഇസ് ടു മേക്ക് എനി മോഡിഫിക്കേഷൻസ് ഇൻ ദ എക്സിസ്റ്റിംഗ് വെക്ടർ DB. നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഡേറ്റയിൽ എന്തെങ്കിലും
മോഡിഫിക്കേഷൻസ് വെക്കണമെങ്കിൽ യൂസ് ഫുൾ ആൻഡ് ഡിലീറ്റ് ഇസ് യൂസ് ടു ഡിലീറ്റ് ആണ് ബാക്ക് എൻഡിലെ ബേസിക് ലോജിക്. ആൻഡ് ഞാൻ ഈ കോഡ് ബിറ്റ് ഒന്ന് ചെറുതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫാസ്റ്റ് API ആപ്പ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ കൊടുത്തു ആൻഡ് ഫാസ്റ്റ് API ഇൻബിൽറ്റ് പാക്ക് ഒരു നമ്മൾ കോൾ ചെയ്തു. ഇത് നമുക്കൊരു ബാക്ക് എൻഡ് റൺ ടൈം എൻവയൺമെന്റ് കൊടുക്കും. ഈ കോഡ് നമ്മൾ കോഡിൽ റൺ ചെയ്യുന്നതായിരിക്കും എളുപ്പം. ബിക്കോസ് കൊലാബി റൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടായിട്ട് കുറെ ഇൻബിൽറ്റ് 2-3 സെല്ലുകൾ ഒരുമിച്ച് റൺ ചെയ്യണം. ഇതിന് ഒരു ഫുൾ വെബ്സൈറ്റ് ഫ്രെയിംവർക്ക് കൊലാബിൽ റൺ ചെയ്യണമെങ്കിൽ സിംഗിൾ കോഡ് ബിറ്റ്സ് റൺ ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ടെസ്റ്റിംഗ് മാത്രമാണ് കൊലാബ് ഫയൽസ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഫയൽ സ്ട്രക്ചർ സെലക്ട് ആയിട്ട് കൊടുത്തിരുന്നത്. VS കോഡിൽ നിങ്ങൾക്ക് റൺ ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഒരു ഫയൽ സ്ട്രക്ചർ ആക്കിയിട്ട് പ്രോംപ്റ്റ് ചെയ്ത് കോഡ്സ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. ആൻഡ് app.post അപ്ലോഡ് ഫയലിന്റെ നമുക്ക് റിസീവ് ചെയ്യാനുള്ള ബാക്ക് എൻഡ് app.post ഉപയോഗിക്കുന്നത്. ആൻഡ് നമ്മൾ Q&A ഏതെങ്കിലും ക്വറി ചോദിക്കുമല്ലോ, ഏത് ഈ PDF ആയിട്ടുള്ള ബന്ധപ്പെട്ട അത് റിട്രീവ് ചെയ്യാനുള്ള ബാക്ക് എൻഡ് കോഡാണ് app.post ക്വറി ഉള്ളത്. ഈ 2 ഫംഗ്ഷൻ കൊടുത്തേക്കുന്നത് 2 ബാക്ക് എൻഡ് കോഡ്സ് ഫോർ റിട്രീവിങ് ഡേറ്റ ഫ്രം ദ ഫ്രണ്ട് എൻഡ് ആണ്. നമ്മൾ PDF കിട്ടിയ വിൽ റിസീവ് ദ PDF, extract text, store embeddings. So I'll basically explain what ഒരു PDF ൽ നമ്മൾ എന്തൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. PDF ബേസിക്കലി ഒരു ടെക്സ്റ്റ് PDF ആയിരിക്കും. ആ ടെക്സ്റ്റ് PDFനകത്ത് നമ്മൾ ഡേറ്റാസ് പ്രീ പ്രോസസ് ചെയ്ത് ഈ ടെക്സ്റ്റിനെ ചങ്ക്സ് ആക്കും. ആൻഡ് ചങ്ക്സിനെ നമ്മൾ ഒരു വെക്ടർ DBയിലേക്ക് സ്റ്റോർ ചെയ്യും. ഈ ചങ്ക്സ് ഓർ എംബഡിങ്സ് ആയ DBയിലേക്ക് സ്റ്റോർ ചെയ്യും. ആൻഡ് നമ്മൾ യൂസർ ക്വറി റിസീവ് ചെയ്യുകയാണെങ്കിൽ റെലവൻറ്റ് ചങ്ക്സിനെ നമ്മൾ മെമ്മറി ചെയ്തിട്ട് നമ്മൾ ഈ ആൻസറുമായിട്ടൊരു ജെമിനിയുടെ APIക്ക് കോൾ ചെയ്തിട്ട് ഒരു LLMൽ പ്രോസസ് ചെയ്യും. ആൻഡ് ആ LLM പ്രോസസ് ചെയ്യുന്ന നമുക്ക് ഒരു അനീഷ് എന്തെങ്കിലും ഡൗട്ടാണ്? സാർ മൈക്ക് ഓഫ് ഓൺ ആണ്. ഓക്കെ സാറാണോ? അതെ So that's what app backend UI does. ഇത് ask agent എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ, ഏജന്റ് ഫംഗ്ഷന്റെ മറ്റേ ലോജിക്കൽ പാർട്ടിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യും. ആ ഫംഗ്ഷൻ it will give the response from the LLM or final response. And next നമുക്ക് API എന്ന് പറയുന്നതിലേക്ക് പോകാം. agent.py യിലാണ് നമ്മൾ ബേസിക് ലോജിക് വർക്ക് ചെയ്യുന്നത്. ഇതിനകത്ത് നമ്മൾ വെക്ടർ DBയിൽ സ്റ്റോർ ചെയ്ത റെലവൻറ്റ് കണ്ടെക്സ്റ്റ് ഉണ്ടായിരിക്കും നമ്മുടെ എക്സിസ്റ്റിംഗ് PDFനകത്തുള്ള. ആ കണ്ടെക്സ്റ്റ് റിട്രീവ് ചെയ്യും. പിന്നെ ആ ഒരു ജെമിനി APIയിലേക്ക് ഈ കണ്ടെക്സ്റ്റും കൊടുക്കും, പിന്നെ നമ്മുടെ യൂസർ ക്വറിയും കൂടെ കൊടുക്കും. എന്നിട്ട് രണ്ടിനൊരു യൂസ് ദ ഫോളോയിങ് കണ്ടെക്സ്റ്റ് ടു ആൻസർ കണ്ടെക്സ്റ്റ് പ്രോംപ്റ്റ് കൊടുക്കും. പ്ലസ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് യൂസർ ക്വറി, നമുക്ക് യൂസർ ഇൻപുട്ട് ആയിട്ട് ഫ്രണ്ട് എൻഡിൽ നിന്ന് കാണിക്കുന്നതാണ്. കണ്ടെക്സ്റ്റ് റിട്രീവ് ഫ്രം ദ ഡേറ്റാബേസ് ആൻഡ് ക്വസ്റ്റ്യൻ യൂസർ ക്വറി ഒരു LLMലേക്ക് പ്രോസസ് ചെയ്യും ഒരു ജെമിനി API ഉപയോഗിച്ച്. ആൻഡ് നമ്മുടെ LLM റെസ്പോൺസ് ഒരു റെസ്പോൺസ് ആയിട്ട് റിട്രീവ് ചെയ്യും. It will be passed to the backend or front end. Finally, it will be passed to the front end. Next, memory.py എന്ന് പറയുന്നത് ഇത് ബേസിക് ഡേറ്റാബേസ് ആണ്. വെക്ടർ DB is used to store memory chunks or embeddings. AI പാർട്ടിലെ ഡേറ്റാബേസ് ആണ് ChromaDB. I hope everybody knows ChromaDB. ChromaDB നമുക്ക് വെക്ടർ ആയിട്ട് വെക്ടേഴ്സ് എന്ന് പറയുന്നത് ന്യൂമറിക്കൽ വാല്യൂസ് ആണ്. ഇപ്പോൾ ഒരു സെന്റൻസ് ഉണ്ട്, ഐ ആം റണ്ണിങ് എന്ന് പറയുന്നത്. സോ ഇതിന്റെ ന്യൂമറിക്കൽ വാല്യൂസ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് സ്റ്റോർ ചെയ്യുന്നതിനാണ് വെക്ടർ DB എന്ന് പറയുന്നത്. ആൻഡ് സിമിലർ മീനിങ്സ് ഉള്ള വെക്ടർ വാല്യൂസ് വിൽ ബി ക്ലോസ്. അങ്ങനെ നമുക്ക് വെക്ടർ വാല്യൂസ് ക്ലാസിഫൈ ചെയ്യാൻ സിമ്പിൾ ആയിരിക്കും. ദാറ്റ് ഇസ് വൈ ഇറ്റ് കൺവേർട്ടഡ് ടു വെക്ടർ വാല്യൂ.
values. So store embeddings എന്ന് പറയുന്നത് ഫംഗ്ഷനകത്ത് ചെയ്യുന്നത് it converts the data into chunks. ഓരോ ചങ്കിനും id കൊടുക്കും and it will store it into ഒരു ഡേറ്റ ലിസ്റ്റ് or ഒരു JSON ഫോർമാറ്റിലേക്ക് ആക്കി അതിനെ സ്റ്റോർ ചെയ്യും വെക്ടർ DB-യിൽ. ആൻഡ് റിട്രീവ് ചെയ്യുന്ന ഇറ്റ് വിൽ റിട്രീവ് ദ ഡേറ്റ ഫ്രം അക്കോർഡിംഗ് ടു ഒരു ക്വറി നമുക്ക് കിട്ടി. ആ ക്വറിയുമായിട്ട് അതിനെ ഒരു വെക്ടർ വാല്യൂ ആയിട്ട് പ്രോസസ് ചെയ്യും, ഒരു ന്യൂമറിക്കൽ വാല്യൂ. ആ ന്യൂമറിക്കൽ വാല്യൂ നമ്മുടെ കയ്യിലുള്ള വെക്ടർ DB-യിലുള്ള ന്യൂമറിക്കൽ വാല്യൂസിലും ഏറ്റവും സിമിലർ ആയിട്ടുള്ള ഒരു കേസ് ഐ ഹാവ് ഗിവൺ കേസ് ഈക്വൽ ടു 3 സിമിലർ ആയിട്ടുള്ള മൂന്ന് കണ്ടന്റ് എടുക്കും and it will pass to the L, and this will be used to finally process the output. അതാണ് നമ്മുടെ memory.py-നകത്ത് ബേസിക്കലി സ്റ്റോർ എംബഡിങ്സും റിട്രീവ് കോണ്ടാക്ട്. സ്റ്റോർ എന്ന് പറഞ്ഞാൽ വെക്ടർ DB സ്റ്റോർ ചെയ്യാൻ, റിട്രീവ് എന്ന് പറഞ്ഞാൽ വെക്ടർ DB-ന്ന് ക്വറി അനുസരിച്ച് റിട്രീവ് ചെയ്യാൻ. പിന്നെ PDF ലോഡ് സിംപ്ലി ഒരു ലോഡ് PDF-നെ ലോഡ് ചെയ്ത് അതിനെ ചങ്ക് ആക്കി പിന്നെ സ്റ്റോർ എംബഡിങ് പറഞ്ഞ ഫംഗ്ഷൻ കോൾ ചെയ്യും. ടു സ്റ്റോർ ഇൻ ടു എംബഡിങ് ചങ്ക്സ് ആയിട്ട് സ്റ്റോർ ചെയ്യാം. അത്രേ ഉള്ളൂ. എന്നിട്ട് എക്സ്ട്രാക്ട് PDF ടെക്സ്റ്റ് എല്ലാ എംബഡിങ്സ് അവസാനം കോൾ ചെയ്യും. ചങ്ക് ആക്കി കഴിഞ്ഞാൽ സ്റ്റോർ വെക്ടർ DB-യിലേക്ക് സ്റ്റോർ ചെയ്യും. ദാറ്റ് ഇസ് വാട്ട് ബാക്ക് എൻഡ് ലോജിക്, മെയിൻലി ഏജന്റിക് ലോജിക്, പിന്നെ മെമ്മറി, PDF ലോഡർ, ഇതെല്ലാം app.py-യിൽ എല്ലാം കൂടെ വന്ന് യോജിച്ച് and we use the post methods to take input from the front end to back end. And front end എന്ന് പറയുന്നത് back end ആണ് മെയിനുള്ള ലോജിക്കൽ പാർട്സ് ഓർ what you say നമ്മുടെ കൂടുതൽ ലോജിക്കലായിട്ട് നമുക്ക് ചിന്തിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ വരുമ്പോൾ ഫ്രണ്ട് എൻഡിൽ ഒരു ഡിസൈൻ, നമുക്ക് വേണ്ട ബട്ടൺസ്, നമ്മുടെ ഒരു യൂസബിലിറ്റി ഓർ നമ്മുടെ ഒരു ആണ് നമ്മൾ ഫ്രണ്ട് എൻഡ് ഡെവലപ്പ് ചെയ്യേണ്ടത്. സോ സ്ട്രീംലെറ്റ് എന്ന് പറയുന്നത് ഇൻബിൽട്ട് ആയിട്ട് പൈത്തണില് യു കുഡ് പിപ്പ് ഇൻസ്റ്റാൾ സ്ട്രീംലെറ്റ് ടു ഗെറ്റ് ദ സ്ട്രീംലെറ്റ് പാക്കേജ്. ആൻഡ് റിക്വസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ റെസ്പോൺസ് ബോഡി ഇമ്പോർട്ട് റിക്വസ്റ്റ്. സോ FE.title it is used to basic HTML കോഡ് പോലെയാണ്. ടൈറ്റിലിന് പറയാം streamlet.title. PDF ഫയൽ PDF2 എന്ന് പറയുന്ന ഫങ്ഷൻസ് ഉണ്ട്. You could check it out in the net. And ഇതൊരു PDF uploaded, it is successful. പിന്നെ query ചോദിക്കാനുള്ള ഒരു ടെക്സ്റ്റ് ബോക്സ് ആസ്ക് ഏജന്റ് ചെയ്യുമ്പോൾ നമ്മുടെ ബാക്ക് എൻഡിലേക്ക് ഈ ക്വറി പാസ് ചെയ്യും. അതനുസരിച്ചുള്ള റെസ്പോൺസ് ജനറേറ്റ് ചെയ്തിട്ട് API ഉപയോഗിച്ച് ഫൈനൽ റെസ്പോൺസ് എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് വരും. ആൻഡ് st.write റെസ്പോൺസ്. സോ ദാറ്റ്സ് ദ ബേസിക് ഫ്രെയിംവർക്ക് ഓഫ് എ വെബ്സൈറ്റ്. എൻ്റെ ആദ്യ ടോപ്പിക് കഴിഞ്ഞു. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. കൊളാബിനെ ലിങ്ക് ഇടുമായിരിക്കുമല്ലോ അല്ലേ? ഈ കൊളാബിനേക്കാം. ആൻഡ് അടുത്ത കൊളാബിന്റെ ലിങ്ക് ഞാനിപ്പോ തന്നെ ഇടും. ആൻഡ് എല്ലാവരും എന്റെ പോവാം. ഇത് രണ്ടിനെയും ഗ്രൂപ്പിലേക്ക് ഞാൻ ഷെയർ ചെയ്തേക്കാം. സോ ഇപ്പൊ ഞാൻ ചാറ്റ് ബോക്സിൽ ഒരു കൊളാബിന് ലിങ്ക് everybody is able to add it. സോ എല്ലാരും കൊലാബ് തുറന്ന് റിയാക്ട് എല്ലാം ചെയ്യും. കൊലാബ് തുറന്നെങ്കിൽ everybody is able to get the collab file. Yeah. സോ ഇനി ബാക്കി ഈ ഒരു പോർഷനിൽ നമുക്ക് ഒരുമിച്ച് ഹാൻഡ്സ് ഓൺ ആയിട്ട് ചെയ്തു പോവാം. ഒരു ചെറിയൊരു BMI കാൽക്കുലേറ്റർ ടൂളിന്റെ കോഡും കൂടെ ഞാൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ആൻഡ് വിൽ റൺ ഇറ്റ് ടുഗദർ. ജെമിനി നമ്മുടെ ഒരു API എങ്ങനെയാ
ഇതുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുന്നുള്ള കോഡും കൂടെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ട് ചെറിയൊരു കോഡ് ബിറ്റും നമുക്ക് റൺ ചെയ്ത് നമുക്ക് ഈ പോർഷൻ നമുക്ക് ഒരുമിച്ച് ചെയ്യാം. ഗൂഗിൾ എ സ്റ്റുഡിയോയിൽ ഒരു ചെറിയ ഇൻഫോ തരാം. ബാക്കി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പ്രോംപ്റ്റിങ്ങിന്റെ സമയത്ത് ഗൂഗിൾ എ സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്യാം. സോ ഇപ്പൊ ഈ ഒരു ഫയലിലെത്തിയ ഞാനിപ്പോ വ്യൂവർ ആക്സസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ എല്ലാവർക്കും. ഈ ഒരു ഫയലിന്റെ സേവ് കോപ്പി ഇൻ ഡ്രൈവ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ഞെക്കിയ യോർ ഡ്രൈവിലേക്ക് ഇതിന്റെ ഒരു കോപ്പി വരും. ആൻഡ് നിങ്ങൾക്ക് അത് എഡിറ്റ് ചെയ്യാൻ പറ്റും. റൺ ഇറ്റ് സെപ്പറേറ്റ്ലി. എല്ലാവരും സേവ് കോപ്പി ഇൻ ഡ്രൈവ് എന്ന് പറഞ്ഞ ബട്ടൺ ഞെക്കിയിട്ട് ഒരു സിമിലർ കോപ്പി ഉണ്ടാക്കി. ചെയ്ത് കഴിയാൻ റിയാക്ട് ചെയ്യണേ. സോ ഫസ്റ്റ്ലി നമ്മളൊരു എന്തെങ്കിലും ഒരു കോഡ് റൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഡിപ്പെൻഡൻസീസ് നമ്മൾ കണ്ടുപിടിക്കണം. സോ പിപ്പ് ഇൻസ്റ്റാൾ -q ഗൂഗിൾ ജെൻ എന്ന് പറയുന്ന ഡിപ്പെൻഡൻസ് എല്ലാം ഒറ്റ കോഡ് ബ്ലോക്ക് തീരുവാണെങ്കിൽ നമുക്ക് പിന്നെ എറേഴ്സ് വരുമ്പോൾ നമുക്ക് ഡിപ്പെൻഡൻസിയുടെ അല്ല. ചേട്ടാ അത് ഒന്നുകൂടെ പറയുമെന്ന് ചോദിച്ചു കേട്ടോ. ചേട്ടാ കമന്റിലാണെങ്കിൽ അത് ഒന്നുകൂടെ പറയുമെന്നൊന്ന് ചോദിച്ചു നേരത്തെ പറഞ്ഞത്. ഫയൽ കോപ്പി ഉണ്ടാക്കി ഫയൽ എന്ന് പറയുന്ന ഡ്രോപ്പ് ഡൗണിലേക്ക് പോയിട്ട് സേവ് കോപ്പി ഇൻ ഡ്രൈവ് ഇങ്ങനെ ഞെക്കിയ കോപ്പി എന്ന് പറഞ്ഞു വരും. സൈഡിൽ തന്നെ ഓപ്പൺ ന്യൂ ടാബ് ഞെക്കുക. നിങ്ങൾക്ക് ഇതുപോലെ ഒരു കോപ്പി കിട്ടും. നിങ്ങൾക്ക് റൺ ചെയ്യാൻ പറ്റും. ഇതിൽ എനിക്ക് മാത്രം വ്യൂവർ ആക്സസ് മാത്രമേ ഉള്ളൂ. സോ ദാറ്റ് ഓക്കെ. കിട്ടിയെന്ന് വിചാരിക്കുന്നു. കിട്ടി. സോ ഡിപ്പെൻഡൻസീസിനെ കുറിച്ചാണ് നോക്കുന്നത്. നമുക്ക് പൈത്തനെ സപ്പോർട്ട് ചെയ്യുന്ന ഡിപ്പെൻഡൻസീസ് ലൈക്ക് ഗൂഗിൾ തന്നെ AI, ടെൻസർഫ്ലോ, കെറാസ്, നമ്മുടെ പൈത്തണിൽ ഉപയോഗിക്കുന്ന AI ബേസ്ഡ് പാക്കേജസ് ഓർ ഡിപ്പെൻഡൻസീസ് ആണ് ഇതെല്ലാം ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പിപ്പ് ഇൻസ്റ്റാൾ എന്ന് പറയുന്ന ഒരു ഷെൽ കമാൻഡ് ഉപയോഗിച്ചാണ് നമ്മൾ ഈ ഡിപ്പെൻഡൻസീസ് എല്ലാം ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ആൻഡ് ഇതെല്ലാം ഒരുമിച്ച് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വെബിലൊക്കെ requirements.txt ഫയലിലേക്ക് ഇതെല്ലാം സ്റ്റോർ ചെയ്യും. സോ നമ്മുടെ കൊലാബ് ഫയൽ എന്ന് പറയുന്നത് ഓൺലി റൺസ് പൈത്തൺ കോഡ്, പൈത്തൺ സിൻടാക്സ് മാത്രമുള്ള റൺ ചെയ്തത്. സോ ഞാൻ ഈ പിപ്പ് ഇൻസ്റ്റാൾ എന്ന് പറയുന്നത് ഒരു ഷെൽ കമാൻഡാണ്. നമ്മൾ കമാൻഡ് പ്രോംപ്റ്റിലൊക്കെ കൊടുക്കുന്നതാണ് പിപ്പ് ഇൻസ്റ്റാൾ കമാൻഡ്. സോ നമുക്കിത് ഡയറക്റ്റ് ആയിട്ട് പിപ്പ് ഇൻസ്റ്റാൾ കൊടുത്താൽ കൊലാബ് ഫയലിൽ റൺ ആവില്ല. സോ ഈ ലൈനിന് മുമ്പ് ഞാൻ ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് കൊടുത്തു. വാട്ട് ദ കൊലാബ് ഇന്റർപ്രറ്റർ ആദ്യം ആ എക്സ്ക്ലമേഷൻ മാർക്ക് കാണുമ്പോഴേ ഇതൊരു ഷെൽ കമാൻഡ് ആണെന്ന് കൺസിഡർ ചെയ്ത് ബാക്കി പിപ്പ് ഇൻസ്റ്റാൾ -q എന്ന് പറയുന്ന ഒരു ഷെൽ കമാൻഡ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യും. ആൻഡ് ഗൂഗിൾ ജെൻഐ പറഞ്ഞ മാത്രമേ ഇത് മാത്രമേ ഞാനിവിടെ പാക്കേജ് ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്തു. -q എന്തൊരു എന്ന് പറഞ്ഞാൽ ഉപയോഗിച്ചിട്ട് ഒരു കുറെ പാക്കേജസ് ഉണ്ടെങ്കിൽ ഇതെല്ലാം ഇൻസ്റ്റാൾ ചെയ്ത് വരുമ്പോൾ നമുക്ക് ലാർജ് എമൗണ്ട് ഓഫ് ഡേറ്റ ഇങ്ങനെ ഇൻസ്റ്റാളിങ് എന്ന് പറഞ്ഞ താഴേക്ക് -q ഉദ്ദേശിക്കുന്നത് ക്വയറ്റ് എന്നാണ്. ക്വയറ്റ് ഉദ്ദേശിച്ച ഇറ്റ് വിൽ ഓൺലി ഷോ 1-2 ലൈൻസ്. ഇപ്പം ഗൂഗിൾ ജെൻഐ മാത്രമുള്ള ഒരു ലൈൻ മാത്രമേ ഇൻസ്റ്റാളിങ് ഗൂഗിൾ ജെൻഐ എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ ലൈൻ കൊണ്ട് കാണിക്കും. സോ ഇത് റൺ ചെയ്യുക. സോ അത് റൺ ഒരു ജെമിനി API കീയുടെ ഒരു ബേസിക്സ് പറഞ്ഞുതരാം. സോ എല്ലാവരും ഈ ഗൂഗിൾ AI സ്റ്റുഡിയോ എന്ന് പറഞ്ഞ
ഗൂഗിൾ സെർച്ച് ചെയ്യുക ഗൂഗിൾ AI സ്റ്റുഡിയോ ആൻഡ് ഗെറ്റ് ഇൻ ഗൂഗിൾ AI സ്റ്റുഡിയോ. അത് ആദ്യം വരുന്നതാണ് AI സ്റ്റുഡിയോ. ആൻഡ് ഇതിലേക്ക് കയറുക. ഏറ്റവും ബോട്ടം ലെഫ്റ്റ് കോർണറിൽ ഒരു ഗെറ്റ് API കീ എന്ന് പറഞ്ഞ സെറ്റിംഗ്സ് തൊട്ടുകൊണ്ട് ഗെറ്റ് API കീ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ആണ്. ക്ലിക്ക് ഓൺ ദാറ്റ് ഓപ്ഷൻ. പിന്നെ ക്രിയേറ്റ് API കീ ഈ ഓപ്ഷൻ നോക്കിയിട്ട് പ്രീവിയസ് ആയിട്ടുള്ള പ്രൊജക്ട്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് യൂസ് പ്രൊജക്ട്സ് ഓർ യു കുഡ് ക്രിയേറ്റ് എ പ്രൊജക്ട് ഇൻ Photoshop. If you do not have any projects, I'll show you how to create a project. ഇവിടെ വരിക പ്രൊജക്ട്സ് API കീ പ്രൊജക്ട് എന്ന് പറഞ്ഞൊരു രണ്ട് സൈഡ് ഉണ്ട്. പ്രൊജക്റ്റിലേക്ക് വരിക ആൻഡ് പ്രൊജക്ട്സ്. സോ ഈ സൈഡ് ബാറിന്റെ പ്രൊജക്ട്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. പ്രൊജക്ട്സിലേക്ക് വന്നിട്ട് ക്രിയേറ്റ് എ ന്യൂ പ്രൊജക്ട്. ഞാൻ നേരത്തെ തെറ്റുപോയി. സൈഡ് ബാറിൽ പ്രൊജക്ട്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. പ്രൊജക്ട്സിലേക്ക് വന്നിട്ട് ക്രിയേറ്റ് എ ന്യൂ പ്രൊജക്ട്. ഇവിടെ ഒരു പ്രൊജക്ട് നെയിം ഫൗണ്ടേഷൻസ് ആൻഡ് ക്രിയേറ്റ് ചെയ്ത പ്രൊജക്ട്. നിങ്ങൾക്ക് ഓൾറെഡി ഒരു പ്രൊജക്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ക്രിയേറ്റ് ദി API കീസ്. അപ്പം ബിഗിനേഴ്സിന് വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ ഒരു പുതിയതായിട്ട് പ്രൊജക്ട് കണ്ടുകൊടുത്തിരിക്കുന്നത്. ആൻഡ് തിരിച്ച് API കീസിലേക്ക് വരിക. ക്രിയേറ്റ് ദി API കീ. പിന്നെ കീക്ക് എന്തെങ്കിലും ഒരു നെയിം കൊടുക്കുക. സെലക്ട് പ്രൊജക്ട് ഫൗണ്ടേഷൻസ്. ക്രിയേറ്റ് കീ ഞെക്കുക. നമ്മുടെ ലിസ്റ്റ് ആയിട്ടുണ്ടായിരിക്കും ഫൗണ്ടേഷൻസ് പ്രൊജക്ട് കീ ഇതാണ്. സോ ഫ്രീ ടയർ ആട്ടോ. നമുക്ക് ഫ്രീ ടയർ ഒരു ബില്ലിങ്ങും ഇല്ല. പെയ്ഡ് API കീസും ഉണ്ട്. ബട്ട് നമ്മൾ ഫ്രീ ടയറിലാണ് വർക്ക് ചെയ്യുന്നത്. ആൻഡ് കീയിലേക്ക് ഇവിടെ നിൽക്കുക. ഡീറ്റെയിൽസ് API കീ, API key details, API key name, project name, project number. അത് നമുക്ക് API key എന്നാണ് വേണ്ടത്. ഇത് കോപ്പി ചെയ്ത് ക്ലിപ്പ് ബോർഡിലേക്ക് ഇടുക. ഇതാണ് ബേസിക് സ്റ്റെപ്പ് ഓഫ് റിട്രീവിംഗ് ആൻ API key ഫ്രം ഗൂഗിൾ AI സ്റ്റുഡിയോ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. കാരണം നമ്മൾ ഈ കോഡിലേക്ക് ചെയ്യാൻ പോകണം. ഓക്കെ ആണെങ്കിൽ ask any questions if you have any doubt. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഞാൻ ഡ്രോപ്പ് ചെയ്ത് ഞാൻ കണ്ടിന്യൂ ആണ്. സോ നമ്മൾ ജെമിനി API കീ സെറ്റപ്പ് ചെയ്തു. നമുക്ക് ഈ API കീ വേണമെങ്കിൽ നമ്മുടെ കോഡിലേക്ക് ഞാനൊരു BMI കാൽക്കുലേറ്ററിന്റെ കോഡാണ് റൺ ചെയ്യാൻ പോകുന്നത്. സിമ്പിൾ BMI കാൽക്കുലേറ്ററിന്റെ ഈ API കീ വേണമെങ്കിൽ നമുക്ക് ഡയറക്ട്ലി കോഡിലേക്ക് റൺ ചെയ്യാം. ബട്ട് API കീസ് എന്ന് പറയുന്നത് സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഓർ ഇപ്പോൾ നമ്മുടെ API കീ പബ്ലിക് ആയി കൊടുക്കുകയാണെങ്കിൽ ഒരു പെയ്ഡ് API കീ ആണെങ്കിൽ ഇറ്റ് കുഡ് ബി പൈറസിഡ് ഓർ വേറൊരു ഉപയോഗിച്ച് നമുക്ക് ബില്ല് കൂടി വരും. അങ്ങനത്തെ കുറെ ഇഷ്യൂസ് ഉണ്ട് API കീന്. സോ നമ്മൾ ഒരു API കീ എപ്പോഴും ഹിഡൻ ആയിട്ട് വെക്കണം. ലൈക്ക് സീക്രട്ട്, ഇതിനകത്ത് സീക്രട്ട് ജെമിനി API കീസ് തന്നെ സീക്രട്ട് കീ എന്ന് പറഞ്ഞ ഇമ്പോർട്ട് കൊളാബിംഗ് ഫങ്ഷൻസ് ഉണ്ട് ഇവരെ സീക്രട്ട് ആയിട്ട് വെക്കാൻ. ഇത് ഞാൻ എക്സ്റ്റേണൽ ആയിട്ട് ഒരു കോഡ് ബ്ലോക്കിൽ ഇട്ടിട്ട് സീക്രട്ട് ആക്കി വെക്കുകയാണ്. ഗെറ്റ് പാസ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉപയോഗിച്ച് ഗെറ്റ് വാട്ട് ഇറ്റ് ഡസ് ഇറ്റ് നമുക്ക് കിട്ടുന്ന നമ്മൾ എൻ്റർ ചെയ്യുന്ന API കീ അത് മറ്റേ പാസ്വേഡ് പോലെ കൺസിഡർ ചെയ്യും. ബിക്കോസ്
ഇറ്റ് ഇസ് നോട്ട് പബ്ലിക് ഡേറ്റ, നമുക്ക് പ്രൈവറ്റ് ആയിട്ട് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ആൻഡ് ഇമ്പോർട്ട് OS നമ്മുടെ എൻവയൺമെന്റ് സെറ്റപ്പ് ചെയ്യാൻ. ആൻഡ് GenAI API കീ റീഡ് ചെയ്യാൻ വേണ്ടിയാണ് GenAI നമ്മൾ GenAI എന്ന് പറഞ്ഞ ഫംഗ്ഷനും കൂടെ മോഡൽ ഗൂഗിൾ പാക്കേജിൽ നിന്ന് കോൾ ചെയ്യും. ഈ ഒരു ചെറിയ കോഡ് ബ്ലോക്ക് റൺ ചെയ്താൽ ഇതൊരു ENV ഫയൽ പറയാം, എൻവയൺമെന്റ് ഫയൽ. ഇറ്റ് ഇസ് ഓൺലി കൺസിസ്റ്റ് ഓഫ് ഇതാണ് ഞാൻ ഗെറ്റ് ഫാസ്റ്റ് എന്ന് പറയുന്ന API കീ ഇതിലേക്ക് അടിക്കുമ്പോൾ ഇത് വെച്ച API കീ ഇല്ലേ ഗൂഗിൾ AI സ്റ്റുഡിയോ ചെയ്യുന്ന ഈ API കീ കോപ്പി ചെയ്ത് ഗെറ്റ് ഇൻ ദിസ് ആൻഡ് ഇവിടെ പേസ്റ്റ് ചെയ്യുക. നമ്മൾ ഗെറ്റ് ഫാസ്റ്റ് ഫംഗ്ഷൻ ഉപയോഗിച്ചതുകൊണ്ട് ഇറ്റ് ഡസൻറ്റ് ഷോ. ആൻഡ് എൻ്റർ അടിക്കുകയാണെങ്കിൽ API കീ വിൽ ബി സെറ്റ് പെർമനന്റ്ലി. ഇവിടെ ഞാൻ if Gemini API key എന്ന് പറയുന്ന ഒരു വേരിയബിൾ ആണ്. if Gemini API key not in os.environment, ഇപ്പം കറന്റ് environment API key ഉണ്ട്. so if I read this code ഇത് നമുക്കൊരു ഔട്ട്പുട്ട് ഇല്ല, കാരണം അങ്ങനെ ഒരു ഫംഗ്ഷൻ ഒരു if സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ടുണ്ട് ചെക്ക് ചെയ്യാൻ. നോട്ട് ഇൻ മാത്രമേ നമുക്ക് API key എൻ്റർ ചെയ്യാൻ ചോദിക്കുള്ളൂ. റീറൺ ചെയ്തപ്പം API key ചോദിച്ചില്ല, because the API key exists in the environment. So everybody is okay with the API key part. And ഇനി നമ്മുടെ API key നമുക്ക് കോൾ ചെയ്യണമെങ്കിൽ Gemini API key എന്ന് പറഞ്ഞൊരു വേരിയബിൾ വെച്ചായിരിക്കും നമുക്ക് കോൾ ചെയ്യുന്നത്. we won't directly refer to the API key itself. And ഒരു പ്രൊജക്റ്റ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഈ കോഡ് ബിറ്റ് ഒരു ENV ഫയലിലാണ് സ്റ്റോർ ചെയ്തേക്കുന്നത്. ആൻഡ് ദാറ്റ് ENV ഫയൽ മസ്റ്റ് ബി omitted ഗിറ്റ്ഹബിലൊക്കെ നമ്മൾ കോഡ് പുഷ് ചെയ്യുമ്പോൾ ഈ ENV ഫയൽ നമ്മൾ പുഷ് ചെയ്യരുത്, ബിക്കോസ് ഇറ്റ് കണ്ടെയ്ൻസ് ഓഫ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ. ഡാറ്റാബേസിന്റെ ഒക്കെ API കീസ് കാണും. ആ API കീസ് ഒക്കെ സെൻസിറ്റീവ്, നമ്മുടെ ഡേറ്റ സ്റ്റോർ ചെയ്തേക്കുന്ന സെൻസിറ്റീവ് ഇൻഫർമേഷൻ കാണും. ഇതെല്ലാം ENV ഫയൽ നമ്മൾ ടബിലേക്ക് പുഷ് ചെയ്യരുത്. സോ നമ്മുടെ എക്സാമ്പിളിലേക്ക് കിടക്കാം. ഒരു കസ്റ്റം ടൂൾ എക്സാമ്പിൾ ഫോർ BMI കാൽക്കുലേറ്റർ. BMI എന്നാ അറിയില്ല, ബോഡി മാസ് ഇൻഡെക്സ്. സോ ഈ ടൂൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു ബേസിക് ടൂളാണ്. ഇത് നമ്മൾ ഒരു ഇന്ന സെറ്റ് ഓഫ് പ്രോംപ്റ്റ്സ് കൊടുക്കും ആൻഡ് ഒരു ക്വറി കൊടുക്കും. നമ്മുടെ വെയിറ്റ് ഇത്രയാണ്, ഹൈറ്റ് ഇത്രയാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കും. ഈ ക്വറിയിൽ നിന്ന് ഇവര് ഡേറ്റ എക്സ്ട്രാക്ട് ചെയ്തിട്ട് നമ്മുടെ BMI എങ്ങനെയുണ്ട് എന്നൊരു ഇത് റിപ്ലൈയും Gemini to explain the result, ഒരു ഡിസ്ക്രിപ്റ്റീവ് റിസൾട്ട് നമുക്ക് തരും നമ്മുടെ BMI-നെ കുറിച്ച്. സോ BMI കാൽക്കുലേറ്റ് ചെയ്യാൻ ബേസിക് ആയിട്ട് ഞാനൊരു കാൽക്കുലേറ്റ് BMI എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്. BMI എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഹൈറ്റിന്റെ സ്ക്വയറിന്റെ കോഷ്യന്റ് ആണ്. പിന്നെ ഈ റൗണ്ട് 2 കൊടുത്തേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ BMI കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ ഭയങ്കര വലിയ ഫ്ലോട്ട് നമ്പർ ആയിരിക്കും. നമ്പർ സെക്കൻഡ് ഡെസിമൽ വരെ റൗണ്ട് ചെയ്യാൻ വേണ്ടി റൗണ്ട് 2 കൊടുത്തിരുന്നത്. ഇനി JSON and RE is used to JSON ഫോർമാറ്റ് എന്ന് പറയുന്നത് നമ്മൾ വെബിലൊക്കെ ഡേറ്റ ഷെയർ ചെയ്യുമ്പോൾ ബേസിക്കലി JSON ഫോർമാറ്റിലായിരിക്കും ഷെയർ ചെയ്യുന്നത്. ഇതിനകത്ത് ഡേറ്റ വിൽ ബി സ്റ്റോർഡ് ആസ് JSON ഫോർമാറ്റിൽ ഈ വാല്യൂ പേഴ്സ് ആയിട്ടായിരിക്കും ഡേറ്റ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ലൈക്ക് ഈ ഒരു ഫോർമാറ്റ് ടൂൾ കീ ആണ്, കാൽക്കുലേറ്റ് BMI അതിന്റെ ഒരു വാല്യൂ ആണ്, കീ ആണ്. ഈ കൊടുത്തേക്കുന്ന വെയിറ്റ് ആൻഡ് ഹൈറ്റ് ഇറ്റ്സ് വാല്യൂ, അതൊരു ലിസ്റ്റിനകത്ത് വാല്യൂ ആയിട്ട് തോന്നും. അതുപോലെ തന്നെ വെയിറ്റും നമ്പറും ഒരു കീ വാല്യൂ, ഹൈറ്റും നമ്പർ ഒരു കീ വാല്യൂ പറയാം. ദാറ്റ് ഇസ് ദ ബേസിക് JSON ഫോർമാറ്റ്. സോ ഈ JSON എന്ന് പറയുന്നത് നമ്മുടെ അറേ പോലത്തെ ഉള്ള ഡേറ്റനെ JSON ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാനും അതിനെ ഡീസീരിയലൈസ് ചെയ്യാനുമാണ് JSON RE എന്ന് പറയുന്ന രണ്ട് പാക്കേജസ് നമ്മൾ ഉപയോഗിക്കുന്നത്. സോ ആദ്യം നമ്മൾ ടൂളിനൊരു പ്രോംപ്റ്റ് കൊടുക്കും. യു ആർ എ ടൂൾ calling planner. User will ask something related to BMI health. Your
your job is only to decide which tool or and with what you must respond. ഇത് ഞാൻ ബേസിക് ഒരു prompt എടുത്തേക്കുന്ന ഒരു പ്രോംപ്റ്റ് ആണ്. We could edit prompts so as to get more efficient answers. പ്രോംപ്റ്റിന്റെ ഒരു ക്വാളിറ്റി അനുസരിച്ച് നമ്മുടെ ആൻസർ മാറിക്കൊണ്ടിരിക്കും. സോ പ്രോംപ്റ്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു JSON ഫോർമാറ്റിൽ ഒരു കോഡ് കിട്ടുവാണെങ്കിൽ നമുക്കൊരു യൂസർ ഹൈറ്റും വെയിറ്റ് ഇൻപുട്ട് ക്വറി കിട്ടുവാണെങ്കിൽ ആ ഇൻപുട്ട് ക്വറിനെ JSON ഫോം കൺവേർട്ട് ചെയ്യാൻ അത്ര ഒരു ടാസ്ക് ആണ് ഈ ടൂൾ പ്രോംപ്റ്റിനുള്ളത്. പിന്നെ യൂസർ ക്വസ്റ്റ്യൻ ഐ ഹാവ് ഡിഫൈൻഡ് ഇറ്റ് ആസ് വെയിറ്റ് 68 കിലോഗ്രാം, height is 172 kilogram. What is my BMI and is it healthy? ഇതൊരു ബേസിക് ക്വസ്റ്റ്യൻ ആണ് ഞാൻ യൂസർ ക്വസ്റ്റ്യൻ ആയിട്ട് കൊടുക്കുന്നത്. യു കുഡ് എഡിറ്റ് ദിസ് ക്വസ്റ്റ്യൻ, പ്രോംപ്റ്റും ക്വസ്റ്റ്യൻ യൂസർ കുറേ എല്ലാം എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ നമുക്ക് നമ്മുടെ ബേസിക് ആയിട്ടുള്ള റെസ്പോൺസ് എന്ന് പറയുന്നത് ഇതാണ് ബേസിക് ആയിട്ട് നമ്മുടെ പാർട്ട്. ജെമിനി API കീ കോൾ ചെയ്യുന്നത് client.models.generate content. നേരത്തെ ക്ലയന്റ് സീക്വൽ ടു GenAI.client എന്ന് പറഞ്ഞ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചായിരുന്നു ഒരു GenAI ഒരു ആയിട്ട് ഫോർ ജെമിനി API കീ കോൾ ചെയ്യാൻ വേണ്ടി ഒരു പാക്കേജ് ആയിട്ട്. സോ ഈ client.models നമ്മുടെ ഈ API കീ 2.5/2.5 Pro ഡിഫറെന്റ് മോഡൽസ് ഉണ്ട്. സോ ഈ മോഡൽസിന് ജനറേറ്റ് കണ്ടന്റ് ചെയ്യാൻ നമ്മൾ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്തേക്കുന്നത് ജനറേറ്റ് കണ്ടന്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ. ആൻഡ് വി ഹാവ് ഡിസ്ക്രൈബ് ദ മോഡൽ ആസ് Gemini 2.5 Flash. ഇത് 2.5 Pro എന്ന് കൊടുക്കാം, ആവശ്യം അനുസരിച്ച് മാറി കൊടുക്കാം. ആൻഡ് കണ്ടന്റ്സ് എന്ന് പറയുന്നത് സിസ്റ്റം ഇൻസ്ട്രക്ഷൻ ടൂൾ പ്രോംപ്റ്റ് ആണ് കണ്ടന്റ് സിസ്റ്റം ഇൻസ്ട്രക്ഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത്, which is convert the data into a JSON format. and user question ഈ ക്വസ്റ്റ്യൻ ആണ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സിസ്റ്റം ഇൻസ്ട്രക്ഷൻ യൂസേഴ്സിനും കൂടെ കണ്ടന്റ് Gemini 2.5 ഫ്ലാഷ് മോഡലിലേക്ക് പാസ് ചെയ്തിട്ട് അതിന്റെ ഔട്ട്പുട്ട് നമുക്ക് റെസ്പോൺസ് ആയിട്ട് കിട്ടും. സോ ഈ റെസ്പോൺസ് ആയിട്ട് കിട്ടുന്ന ഒരു റോ ടെക്സ്റ്റ് ആയിരിക്കും. ആ റോ ടെക്സ്റ്റ് ചിലപ്പോൾ ഒരു ബ്ലാങ്ക് സ്പേസസ് ഒക്കെ അറ്റത്ത് കിടപ്പുണ്ടായിരിക്കും, ഒരു കുത്തും അല്ലോ സിമ്പിൾസ് ഒക്കെ അറ്റ് ദി എൻഡ് ഓർ അറ്റ് ദി ബിഗിനിങ് ബാക്കി കിടപ്പുണ്ടായിരിക്കും. സോ ഇതൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ റോ ടെക്സ്റ്റ് പ്രീ പ്രോസസ് ചെയ്യും. സിമ്പിൾ ആയിട്ട് JSON ടെക്സ്റ്റ് റോ ടെക്സ്റ്റ് ഡോട്ട് സ്ക്രിപ്റ്റ് റിമൂവ് എനി ബ്ലാങ്ക് സ്പേസസ്. ആൻഡ് ഫൈനലി നമ്മൾ ഇങ്ങനൊരു ഇഫ് ട്രിപ്പിൾ കോട്ട്സ് എന്ന് പറയുന്ന പ്രോംപ്റ്റ് ആണ്. ഈ ഒരു ഫോർമാറ്റിലെ പ്രോംപ്റ്റ് നമ്മൾ സെർച്ച് ചെയ്ത് പ്രോംപ്റ്റിനകത്ത് നമ്മൾ സെർച്ച് ചെയ്യും മൈ വെയിറ്റ് 68 കിലോഗ്രാം. ആ പ്രോംപ്റ്റിനകത്ത് ചെയ്തിട്ട് JSON.ടെക്സ്റ്റിന്റെ ഫസ്റ്റ് ഇൻഡെക്സിലുള്ള വാല്യൂസ് എടുക്കും ഡോട്ട് ഗ്രൂപ്പ്. ഈ ടെക്സ്റ്റിനെ പ്രീ പ്രോസസ് ചെയ്തിട്ട് 68 172 ഐഡന്റിഫൈ ചെയ്യും API കീ ഉപയോഗിച്ച്. സോ ഇത് രണ്ട് ഒരു JSON ഫോർമാറ്റിലേക്ക് ആക്കാൻ വേണ്ടി ഇതിനെ മാച്ച് ഡോട്ട് ഗ്രൂപ്പ് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉപയോഗിച്ച് we'll strip the sides for any blank space. And finally, JSON text is passed into JSON.loads. Tool പോളിലേക്ക് JSON text pass. അത് നെക്സ്റ്റ് കോഡ് ബിറ്റിൽ I'll show you what this tool point out. And finally, tool call പ്രിന്റ് ചെയ്യും. റോ മോഡൽ ആദ്യം കിട്ടിയ ഔട്ട്പുട്ട് ഇതാണ്, കിലോഗ്രാം ആൻഡ് 172 കിലോഗ്രാം. പിന്നെ JSON ടെക്സ്റ്റ് ആയിട്ട് പാസ് ചെയ്തപ്പോൾ ഈ ഗിവൺ എക്സാമ്പിളിൽ നമുക്ക് ഈ ഒരു ഭാഗത്തിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല, ബിക്കോസ് ദി ഗിവൺ റോ മോഡൽ ഔട്ട്പുട്ട് ഇസ് സിമിലർ ടു ഫോർമാറ്റ്. സോ യൂസ് ചെയ്താലും വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. ഇപ്പൊ ഇനി സ്പേസസ് വരെ ഉണ്ടായിരുന്നെങ്കിൽ ഇതിന്റെ അറ്റത്ത് വരെ സ്പേസസ് വരെ ഉണ്ടായിരുന്നെങ്കിൽ അത് റിമൂവ് ചെയ്തിട്ടുണ്ട്. അതുമാത്രം ഈ JSON ഡോട്ട് പ്രീ പ്രോസസ് ചെയ്തിട്ട് കിട്ടിയിട്ടുള്ളൂ. ആൻഡ് പാസ് ടൂൾ ഡിക്ഷണറി ഫൈനൽ ടൂൾ കോൾ പ്രിന്റ് ചെയ്തപ്പം നമുക്ക് tool calculate BMI, arcs, weight 68, height 172. സോ ഈ ആർക്സ് എന്ന് പറയുന്ന വേരിയബിളിനകത്താണ് വെയിറ്റും ഹൈറ്റും കിടക്കുന്നത്. ഫൈനലി നമ്മുടെ ടൂൾ കോൾ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ആണ് ഇത്. ഈ ഫാസ്റ്റ് ടൂൾ കോൾ ഡിക്ഷണറി എന്ന് പറയുന്നത് ഈ JSON ഫോർമാറ്റിൽ നിന്ന് മാറ്റി നമ്മളൊരു ടൂൾ കോൾ എന്ന് പറയുന്ന ഡിക്ഷണറിയിലേക്ക് കൊണ്ടുവന്നു.
ആൻഡ് ഈ ഡിക്ഷണറിയിൽ നിന്ന് നമ്മൾ ആർഗ്യുമെന്റ്സ് റിട്രീവ് ചെയ്യും. വെയിറ്റ് BMI വാല്യൂ സിക്കലി കാൽക്കുലേറ്റ് BMI. ഞാൻ നേരത്തെ ഫസ്റ്റിൽ എക്സ്പ്ലെയിൻ ചെയ്ത ഒരു ചെറിയ ഫംഗ്ഷൻ കാൽക്കുലേറ്റ് BMI. ഇതിലേക്ക് വെയിറ്റും ഹൈറ്റും പാസ് ചെയ്യും. weight in kg, height in centimeter. And response BMI value is calculated BMI in front of you. The first part of the BMI and part next part is it health. So അതിനുള്ള explanation prompt ആണ് ഇതൊരു റോൾ കൊടുത്തിരിക്കുക. പ്രോംപ്റ്റിംഗിന്റെ ബേസിക്സ് നമുക്ക് you are a health assistant and task എന്ന് പറയുന്നത് user question and user question method define ചെയ്ത user question and BMI എന്ന് പറയുന്നത് നമ്മൾ ഇപ്പം BMI വാല്യൂ and ഒരു സ്ട്രക്ചർ കൊടുക്കുകയാണ് അതിന് വേണ്ട what the BMI means, whether it is in a healthy range, 2 to 3 simple നിങ്ങൾക്ക് further structuring വേണമെങ്കിൽ you could add more variables or എന്തെങ്കിലും extra prompt ചെയ്യാം. കുറച്ച് simple ആയിട്ടുള്ള ടിപ്സ് മതിയെങ്കിൽ process കുറയ്ക്കാം. short and clear, keep it short and clear എന്ന് കൊടുത്തിട്ടുണ്ട്. if you want it long you could edit it. So again നമ്മൾ ഫൈനൽ റെസ്പോൺസിന് വേണ്ടി വീണ്ടും ക്ലയന്റ് ജനറേറ്റ് കണ്ടന്റിലെയും കണ്ടന്റ്സിലേക്ക് എക്സ്പ്ലനേഷൻ പ്രോംപ്റ്റ് കൊടുക്കും. എക്സ്പ്ലനേഷൻ പ്രോംപ്റ്റിനകത്ത് നമുക്ക് എല്ലാം നമുക്ക് കൊടുത്തിട്ടുണ്ട്. യു ആർ എ ഹെൽത്ത് അസിസ്റ്റന്റ്, യൂസർ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, BMI വാല്യൂ കൊടുത്തിട്ടുണ്ട്, ഔട്ട്പുട്ട് ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട് ആൻഡ് ദ ഫൈനൽ റെസ്പോൺസ് ഈ മോഡൽ ഫ്ലാഷ് മോഡൽ വഴി പ്രസ് ചെയ്ത് ഫൈനൽ ഔട്ട്പുട്ട് നമുക്ക് തരും. പ്രിന്റ് ഫൈനൽ എക്സ്പ്ലനേഷൻ ഫൈനൽ റെസ്പോൺസ്. സോ ഔട്ട്പുട്ടിലേക്ക് വരുമ്പോൾ ആദ്യം കാൽക്കുലേറ്റഡ് BMI is equal to 22.99. ഫൈനൽ എക്സ്പ്ലനേഷനിലേക്ക് വരുമ്പോൾ your BMI is 22.99. what this means എന്ന് പറഞ്ഞാൽ BMI is a measure that uses your height to work out your weight is healthy. അങ്ങനെ കുറെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നമ്മൾ കൊടുത്ത അനുസരിച്ച് പ്രോംപ്റ്റ് ചെയ്ത അനുസരിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട്. സോ everybody is able to run this code and get answer that calculate BMI run ചെയ്യുന്നത്. സോ ഇങ്ങനെ ഒരു ഔട്ട്പുട്ട് കിട്ടും. I hope everybody able to do it. ഞാൻ കുറച്ച് സമയം തരാം. So you can do execute the code. It thumbs up ഇട്ട് റിയാക്ട് ചെയ്താൽ മതി തീരുമ്പോഴേക്ക്. Yeah. So നമ്മുടെ ബേസിക് ആയിട്ടുള്ള രണ്ട് ടോപ്സും എൻ്റെ വെബ്സൈറ്റിന്റെ ഫ്രെയിംവർക്ക് പറഞ്ഞാണ്. ആൻഡ് ഫൗണ്ടേഷൻ IPYNB ചെറിയൊരു ഫയൽ റൺ ചെയ്തു ഒരു BMI ടൂളിന്റെ എക്സാമ്പിൾ വെച്ച്. നമ്മുടെ ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഗൂഗിൾ AI സ്റ്റുഡിയോ ഒരു സ്മോൾ വാക്ക് ത്രൂ ഞാൻ തരാം. ആൻഡ് ഫൈനലായിട്ട് കുറച്ച് പ്രോംപ്റ്റിംഗ് ബേസിക്സ് പഠിപ്പിക്കുക. കാൽക്കുലേറ്റർ BMI നമ്മൾ കണ്ടപോലെ സിമ്പിൾ ആയിട്ട് നമ്മൾ പ്രോംപ്റ്റ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു സിമ്പിൾ റെസ്പോൺസ് കിട്ടും. ബട്ട് ഒരു റോൾ കൊടുത്തിട്ട് ഒരു ടൈറ്റ് കൊടുത്തിട്ട് പിന്നെ ഔട്ട്പുട്ട് ഫോർമാറ്റും കൂടെ ഡിഫൈൻ സ്ട്രക്ചറിൽ നമ്മൾ പ്രോംപ്റ്റ് ചെയ്യുകയാണെങ്കിൽ വിൽ get a more structured output or more efficient output than simply giving a prompt. So എല്ലാവരും ഗൂഗിൾ AI സ്റ്റുഡിയോ എടുക്കുക. I'll explain some basics
basic stuff about Google AI, and we could do some prompting. So I hope everybody has to play studio. നമ്മുടെ ഫോമിനകത്ത് we have options for building AI apps, monitoring the APIs. We use some API keys. അതെല്ലാം മോണിറ്റർ ചെയ്യാൻ ഒരു സെക്ഷൻ ഉണ്ട്. This is what is used to monitor the API keys. ഇപ്പോൾ ഒരു റിക്വസ്റ്റ് റിട്ടേൺ ആണ്. Jan 1-ന് Jan 5-ന് ഇവിടെ ഒരു സ്പൈക്ക് ആണ്. പ്രീവിയസ്ലി വലിയ യൂസ് ഇല്ലായിരുന്നു. ചാറ്റ് വിത്ത് മോഡൽസ് നമ്മളത് ലാസ്റ്റ് സെക്ഷനിലേക്ക് കിടക്കാം. പ്രോംപ്റ്റിംഗ് ബേസ്ഡ് കിടക്കാം. We could try Gemini 3 Flash, explore Nano Banana Pro. So നമ്മുടെ ഗൂഗിൾ AI സ്റ്റുഡിയോയില് API സ്റ്റോർ ചെയ്യാൻ, പ്രൊജക്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ നേരത്തെ പറഞ്ഞാൽ ഇത്ര പ്രൊജക്ട്സ് ക്രിയേറ്റ് ചെയ്ത സെക്ഷൻ ഉണ്ട്. യൂസേജ് ഇഫ് എനി പെയ്ഡ് API keys എല്ലാം ഉണ്ടെങ്കിൽ അതിനുള്ള റേറ്റ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര റേറ്റ് വരെ ഒരു API key യൂസ് ചെയ്യാം. നമ്മളിപ്പോൾ എല്ലാം യൂസ് ചെയ്യുന്ന ഒരു ഫ്രീ ടയർ API key ആയതുകൊണ്ട് ഇറ്റ് ഹാസ് സം റേറ്റ് ലിമിറ്റ്. നമ്മൾ സ്പെസിഫിക് ആയിട്ടല്ലോ റേറ്റ് ലിമിറ്റ് ഒന്നും സെറ്റ് ചെയ്യുന്നില്ല. പക്ഷെ നമ്മൾ പെയ്ഡ് APIs ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മളൊരു ഇത്ര പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ബില്ല് നമുക്കൊരു ലിമിറ്റ് സെറ്റ് ചെയ്യാം. സോ ഇത്രയും ബില്ലായി കഴിഞ്ഞാൽ നമുക്കൊരു വാർണിംഗ് വരും. ആൻഡ് അത് കഴിഞ്ഞ് ഫെർദർ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാതെ ഇറ്റ് വോണ്ട് യൂസ് ദ API key. സോ ഓവർ യൂസ് ആവാതെ നമുക്ക് ബില്ല് കൂടി വരാവുന്നതും. ആൻഡ് ബില്ലിംഗ് സെക്ഷൻ, സോ ഞാൻ ഇപ്പം ഒരു പെയ്ഡ് API key യൂസ് ചെയ്യുന്നില്ല. സോ ബില്ലിംഗ് സെക്ഷൻ ഒന്നുമില്ല. ആൻഡ് ഹിയർ നമുക്ക് API keysന്റെ ഡീറ്റെയിൽസ് കാണാം. നമ്മുടെ API key ഡാഷ്ബോർഡ് ഫീച്ചേഴ്സ് ഉണ്ട്. Now we can get into the playground or നമ്മുടെ പ്ലേഗ്രൗണ്ട്. ഈ ഒരു പാർട്ടിലാണ് നമ്മൾ Gemini 3 Pro, Nano Banana Pro ഇതൊക്കെ നമുക്ക് ട്രൈ ഔട്ട് ചെയ്യാം. ഇതിൻ്റെയൊക്കെ API keysന്റെ ഫങ്ഷനാലിറ്റി എങ്ങനെയാണ്, ഓർ നമ്മുടെ ഒരു പ്രൊഫൈലി will it be something നമുക്ക് ഇത് മതിയോ, ഓർ we need to look for any better options ടെസ്റ്റ് ചെയ്ത് നമുക്ക് ചൂസ് ചെയ്യാം. Come to the right hand side. This is the basic settings of the playground. First part we could select the model. We could work with the Gemini 3 Pro preview. Now it's a free model. You could test out the Nano Banana, Gemini 3 Flash, Nano Banana. This is a paid API. You could choose the model here. Next എന്ന് പറയുന്നത് നമ്മൾ പ്രോംപ്റ്റ് ചെയ്യുമ്പോൾ സിസ്റ്റം ഇൻസ്ട്രക്ഷൻസ് പറയണം. സോ നേരത്തെ ഞാൻ പറഞ്ഞാൽ നമുക്കൊരു പ്രോംപ്റ്റ് ചെയ്യുമ്പോൾ റോൾ, ടാസ്ക് ആൻഡ് ഔട്ട് ഫോർമാറ്റ് എന്ന് പറഞ്ഞാണ്. സോ റോൾ ഈ സിസ്റ്റം ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാം. നമ്മുടെ ടോൺ എങ്ങനെയാണ്, ഇഫ് യു ആർ ക്രിയേറ്റിംഗ് എ വെബ് ഡെവലപ്മെന്റ് പ്രോജക്ട്, ഫസ്റ്റ് എക്സാമ്പിൾ ഞാൻ ഒരു വെബ് ഡെവലപ്മെന്റ് പ്രോജക്റ്റ് ആകാം. സോ ടൈറ്റിൽ ഐ ഗിവ് വെബ് ഡെവലപ്പർ ആൻഡ് I am web development. So this will be a role or system instruction we have saved in the API playground. നമുക്ക് നമ്മൾ ഈ പ്രോംപ്റ്റ് ചെയ്യുമ്പോൾ ഇതൊരു API Gemini ആപ്പ് പോലെ തന്നെ നമുക്ക് പ്രോംപ്റ്റ് ചെയ്യാൻ ലഭിക്കണം. മോഡൽസ് യൂസ് ചെയ്ത് പ്രോംപ്റ്റ് ചെയ്യാനുള്ള ഒരു പ്ലേഗ്രൗണ്ട് ആണ്. സോ ഇത് പ്രോംപ്റ്റ് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ഈ ഇൻസ്ട്രക്ഷൻ അത് മൈൻഡ് വെക്കും, ഐ ആം എ വെബ് ഡെവലപ്പർ എന്നുള്ളത്. സോ നമ്മൾ ഇനി പ്രൊജക്ട് പെയ്ഡ് API keys ഉപയോഗിക്കുന്നുണ്ട്. അതിന് നമുക്ക് ടെസ്റ്റ് ഔട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് പെയ്ഡ് API key ആയിട്ട് അറ്റാച്ച് ചെയ്യാം. Currently I have no paid API key, so
ഓപ്ഷൻസ് കാണിക്കില്ല. ഈ ഒരു ഫീച്ചർ ടെമ്പറേച്ചർ മീൻസ് ഹൗ ക്രിയേറ്റീവ് നമ്മുടെ മോഡൽ ഷുഡ് ബി. നമുക്ക് ഡിഫറെന്റ് സെനാരിയോസിൽ ഡിഫറെന്റ് ടെമ്പറേച്ചർ ആണ്. സോ ടെമ്പറേച്ചർ ക്യാൻ ബി അഡ്ജസ്റ്റ് ഫ്രം 0 to 2. 0 means model is not at all creative. ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ PDF Q ഏജന്റ്. ഒരു Q&A ഏജന്റിനകത്ത് നമുക്ക് ക്രിയേറ്റീവ് ആയിട്ട് ആൻസർ വേണ്ട. നമുക്ക് PDF ലുള്ള ആൻസർ വെച്ച് ബേസിക്സ് ആണ് നമുക്ക് വേണ്ടത്. നമ്മളിപ്പം നാളെ നമ്മുടെ സെം എക്സാമിന് വേണ്ടി പഠിക്കുകയാണെങ്കിൽ നമുക്ക് ആ PDF മാത്രമുള്ളൊരു എക്സാമ്പിൾ, നമ്മുടെ PDF മാത്രമുള്ളൊരു ആൻസേഴ്സ് മതി. So you could set the temperature to 0, so it does not add more creative data to the model does not add more creative. നമ്മൾ 0 ടെമ്പറേച്ചർ സെറ്റ് ചെയ്യും. ടെമ്പറേച്ചർ ഒരു 1 റേഞ്ചിലേക്കാണെങ്കിൽ ഒരു മീഡിയം റേഞ്ചായി. ക്രിയേറ്റിവിറ്റി ഉണ്ട്, ബട്ട് ഇറ്റ് വിൽ ബി മോർ ഫോക്കസ് ടു ദ ലിറ്റിൽ വിത്ത് ക്രിയേറ്റിവിറ്റി ആൻഡ് ഫോക്കസ്ഡ് ഓൺ ദ ഗിവൺ ക്വറി. നമ്മളിപ്പം കോഡിങ് എക്സാമ്പിൾസ് ഉണ്ട്. നമുക്കൊരു കോഡ് റൈറ്റ് ചെയ്യാൻ കൊടുക്കുകയാണെങ്കിൽ കുറച്ച് ക്രിയേറ്റീവ് ആവുക വേണം, എന്നാൽ നമ്മുടെ ബേസിക് ഐഡിയന്ന് ഫ്ലക്ച്വേറ്റ് ചെയ്യുകയും ചെയ്യരുത്. അതിന് ടെമ്പറേച്ചർ 1 കൊടുക്കാം, മീഡിയം ടെമ്പറേച്ചർ. ആൻഡ് ടെമ്പറേച്ചർ ഹയസ്റ്റ് എന്ന് പറയുന്നത് ഒരു ടെമ്പറേച്ചർ 2 ഒക്കെ കൊടുത്താൽ ഇപ്പം ഒരു വെബ്സൈറ്റ് ക്രിയേനുള്ള ഐഡിയാസ് ആണ്, ഒരു ക്രിയേറ്റീവ് പ്രൊജക്റ്റിന് നമുക്ക് ഐഡിയാസ് ആണ്. ഇങ്ങനെയുള്ള കേസസിൽ നമുക്ക് ടെമ്പറേച്ചർ 2 ആയിട്ട് സെറ്റ് ചെയ്യാം, വിച്ച് വിൽ ബി ദ മോസ്റ്റ് ക്രിയേറ്റീവ്. ഇവിടെ APIക്ക് നമ്മൾ ഗിവൺ കണ്ടെക്സ്റ്റിലേക്ക് ഫോക്കസ് ചെയ്യാതെ മോർ ഓൺ ദ ക്രിയേറ്റീവ് സൈഡിലേക്ക് പോകും. പിന്നെ മീഡിയ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞ സെറ്റ് ചെയ്യാൻ എടുത്തേക്കുന്നത് നാനോ ബനാന പ്രോ ഓർ VO3 കളിയാണെങ്കിൽ നമ്മൾ മീഡിയ ജനറേറ്റ് ചെയ്യുന്ന റെസൊല്യൂഷൻ്റെ ഒരു ഔട്ട്പുട്ട് ഫോർമാറ്റ് ആണ്. ഇത് ഡിഫോൾട്ടായി കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ടോക്കൺ ലിമിറ്റ് ഉണ്ട് ഗൂഗിൾ AI സ്റ്റുഡിയോ വർക്കിങ്ങിൻ്റെ. സോ ഹൈ ഒക്കെ കൊടുക്കുകയാണെങ്കിൽ ഫാസ്റ്റ് ആയിട്ട് ടോക്കൺസ് യൂസ് ചെയ്ത് തരും. ദെൻ തിങ്കിങ് ലെവൽ ക്യാൻ ബി ടു ഹൈ ഓർ ലോ. പിന്നെ വി ഹാവ് വേരിയസ് ടൂൾസ്. സ്ട്രക്ചേർഡ് ഔട്ട്പുട്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഔട്ട്പുട്ടിന്റെ ഒരു സ്ട്രക്ചർ ഫോർമാറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അത് കൊടുത്തിട്ട് ആൻഡ് നമുക്ക് പ്രോംപ്റ്റിന്റെ കൂടെ സ്പെസിഫിക് ഔട്ട്പുട്ട് സ്ട്രക്ചറും കൂടെ ഡിഫൈൻ ചെയ്ത് കൊടുക്കാം. സോ നമുക്ക് ഈ സ്ട്രക്ചർ കിട്ടാൻ. ആൻഡ് ഇഫ് എനി കോഡ് എക്സിക്യൂഷൻ ഹാസ് ടു ബി ഡൺ ഇൻ ജെമിനി കോഡ്, കോംപ്ലക്സ് ടാസ്ക് എല്ലാം ആണെങ്കിൽ കോഡ് എക്സിക്യൂഷൻ ഓൺ ആക്കി കൊടുക്കാം. ഇനി ഫംഗ്ഷൻ കോളിംഗ് ജെമിനി ഫംഗ്ഷൻസ് എല്ലാം കോൾ ചെയ്യാനാണെങ്കിൽ ഫംഗ്ഷൻ കോളിംഗ് ഓൺ ആക്കി കൊടുക്കും. ഗ്രൗണ്ടിങ് വിത്ത് ഗൂഗിൾ സെർച്ച് എന്ന് പറഞ്ഞാൽ ഗൂഗിൾ സെർച്ചിനെ ബേസ് ചെയ്ത് ഔട്ട്പുട്ട്സ് വരാൻ വേണ്ടിയാണ് നമുക്ക് ഗ്രൗണ്ടിങ് വിത്ത് ഗൂഗിൾ സെർച്ച് ഓൺ ആക്കി കൊടുക്കുന്നത്. ആൻഡ് നമ്മുടെ പ്രോംപ്റ്റിൽ എന്തെങ്കിലും URLs ഉണ്ടെങ്കിൽ അതിന്റെ കോണ്ടെക്സ്റ്റ് റിട്രീവ് ചെയ്യാനാണ് URL കോണ്ടെക്സ്റ്റ് കൊടുത്തേക്കുന്നത്. ദീസ് ആർ ദ ബേസിക് സെറ്റിംഗ്സ് ഇൻ ഗൂഗിൾ AI സ്റ്റുഡിയോ. നമുക്ക് ഇപ്പം ഐ ആം എ വെബ് ഡെവലപ്പർ ഞാൻ ഇപ്പം ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്. സോ വി കുഡ് നിങ്ങളും പ്രൊട്ട് ചെയ്തോ എൻ്റെ കൂടെ നിങ്ങളുടെ ഞാൻ ബേസിക് ആയിട്ട് ആദ്യം ക്രിയേറ്റ് ഫ്രണ്ട് എൻഡ് ഫോർ ബേസിക് പൈത്തൺ പ്രോഗ്രാം. എൻ്റർ അടിച്ച ഈ മോഡൽ വർക്ക് ചെയ്ത് ബേസിക് പ്രോംപ്റ്റ്. കൂടുതൽ എക്സ്ട്രാ ആയിട്ടൊന്നും ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ജസ്റ്റ് റോൾ ഐ ഹാവ് ഓൾറെഡി ദാറ്റ് ഐ ആം എ വെബ് ഡെവലപ്പർ ആൻഡ് ആ ഒരു റോളും ഒരു ബേസിക് കോഡിൽ ഇങ്ങനെ ഒരു ഔട്ട്പുട്ട് കിട്ടും. ബട്ട് നമ്മുടെ ഔട്ട്പുട്ട് ഫോർമാറ്റ് സ്ട്രക്ചേർഡ് അല്ല, ക്ലാസ് പ്ലസ് HTML ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ചിലപ്പോൾ നമുക്ക് ഫാസ്റ്റ് API ആയിരിക്കും വേണ്ടത്. അത് നമ്മൾ പ്രോംപ്റ്റിൽ സ്പെസിഫൈ കൊടുത്തിട്ടില്ല.
സോ ഫ്ലാസ്ക് എന്നാന്ന് വെച്ചാൽ ഫ്ലാസ്ക് എന്ന് പറയുന്നത് പൈത്തൺ തന്നെ ബാക്ക് ആണ്. ഫ്ലാസ്ക് ഓർ ഫാസ്റ്റ് API യൂസ് ചെയ്യാം. രണ്ടും പൈത്തണിന്റെ ബാക്ക് ആണ്. ചിലപ്പോൾ നമുക്ക് സ്ട്രീംലിറ്റ് ആയിരിക്കും ഫ്രണ്ട് എൻഡ് ആയിട്ട് വേണ്ടത്. ഇതിൽ HTML JS ഫയൽസ് ആണ് ഫ്രണ്ട് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. സോ ഇതാണ് ഒരു ബേസിക് ഫോം. ബിക്കോസ് വി ഹാഡ് ഗിവൺ ഐ ആം എ വെബ് ഡെവലപ്പർ എന്ന് പറഞ്ഞ റോള് കൊടുത്ത് നമുക്ക് ഇച്ചിലൂടെ മെച്ചപ്പെട്ട് കിട്ടി. ഓർ ഇത്രയും പോലും ഒരു നല്ലൊരു കോഡ് നമുക്ക് കിട്ടില്ലായിരുന്നു. The next prompt I am going to add, I need to build a Python program on DMI and the output should be streamlit file. This scenario role I have already given. I am a web developer. I need to build up a program on DMI calculator on a task and out format നമുക്ക് streamlit file മാത്രം മതി എന്നുള്ളതാണ്. We could run this code. Yeah. So pip install streamlit, import SSD and ഒരു ബേസിക് ഇൻഡെക്സ് ഫയൽ മാത്രം വരുന്ന ഒരു കോഡ് കിട്ടിയിട്ടുണ്ട്. സോ ദാറ്റ് ഇസ് ദ ഫിക്സ്. സോ ഇപ്പൊ ഞാൻ ഈ കോഡ് ജനറേഷന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ജനറേഷൻ ഉപയോഗിച്ചപ്പോൾ ഐ ഹാവ് സെറ്റ് ദ ടെമ്പറേച്ചർ ടു 1. സോ ദ ടെമ്പറേച്ചർ ഇൻ എ മീഡിയം റേഞ്ച്. നെക്സ്റ്റ് ഞാൻ എക്സാമ്പിൾ ചെയ്യാൻ പോകുന്നത് ഞാൻ റോള് മാറ്റി കൊടുക്കുക. ഐ ആം BTech student enthusiast. Anyway, so റോള് മാറ്റി കൊടുത്തു ആൻഡ് നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത് ഐ വിൽ ഗിവ് ദ ടാസ്ക് ആസ് create, give ideas for create projects of websites and output format എന്ന് പറയുന്നത് ഐ വിൽ give the output more focused for software side. സോ ഞങ്ങൾക്ക് ബേസിക് ആയിട്ട് വലിയ ഇൻസ്ട്രക്ഷൻ ഇല്ല, ബട്ട് ഒരു റോൾ ടാസ്ക് ഔട്ട്പുട്ട് ഫോർമാറ്റ് എന്ന് പറയുന്ന ഒരു ഫോർമാറ്റ് ഫോളോ ചെയ്ത് ഐ ഹാവ് ഗിവൺ ഫ്രോം when running and temperature. Or ഈ എക്സാമ്പിളിൽ ഞാൻ കറൻസി ടെമ്പറേച്ചർ 1 ചെയ്യുന്നത്, ബട്ട് നമുക്കിപ്പോൾ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് വേണ്ടത്. സോ ഇപ്പോൾ അങ്ങനെ ഇനീഷ്യൽ റിസൾട്ടും നെക്സ്റ്റ് ഞാൻ ടെമ്പറേച്ചർ 2 കൊടുത്തിട്ട് അഗെയിൻ ചെയ്യാം. സോ വരുന്ന വ്യത്യാസം എന്നാണ് ഞാൻ കാണിച്ചു തരാം.
ടെമ്പറേച്ചർ 2 എന്ന് പറയുമ്പോൾ നമ്മുടെ മോഡൽ വിൽ ബി മോർ ക്രിയേറ്റീവ്. ടെമ്പറേച്ചർ 1 ആയിരുന്നപ്പം അത്ര ക്രിയേറ്റീവ് അല്ലായിരുന്നു. ഐഡിയാസ് ഒക്കെ ജനറേറ്റ് ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ കൂട്ടിയിട്ട് ചെയ്യുന്നത് മോർ എഫിഷ്യൻറ്റ്. ഒരു 10 മിനിറ്റ് കൂടെ നിൽക്കാവേ. ഞാൻ ഈ പോയിന്റ് ഓഫ് വ്യൂ. യാ ഓക്കെ 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 ഓക്കെ. സോ ടെമ്പറേച്ചർ 1 കൊടുത്തിരുന്നപ്പോൾ നമുക്ക് കിട്ടിയ ഐഡിയാസ് എന്ന് പറഞ്ഞത് ഫ്ലോറിംഗ് സോഫ്റ്റ്വെയർ, talk to your data app, web that uses PDF or text file, and they can share a PDF Q&A agent, whiteboard, URL shortener with analytics. നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ബേസിക് ടോപ്പിക്സ് ആണ്. നമ്മൾ ടെമ്പറേച്ചർ intelligent rate limited API. Demonstrate you understand how to build a secure scalable API, automated content aggregator and summarizer. ഇതിലൂടെ ഒരു ക്രിയേറ്റീവ്നെസ് കൂടി ബേസിക് ആയിട്ട് നമ്മൾ തോന്നുന്ന ഒരു ബേസിക് കണ്ടന്റ് ബേസിക് ആണെങ്കിലും ബട്ട് നമുക്ക് കുറച്ചുകൂടെ ഒരു ക്രിയേറ്റീവ് ആയിട്ട് നമുക്കത് റെപ്രസെന്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ആൻഡ് കോഡ് ടിപ്സ് ആൻഡ് വേർഷൻ കൺട്രോൾ ലൈക്ക് ഇത് മോർ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് വായിക്കുമ്പോൾ ദാറ്റ് ഇസ് വാട്ട് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നത്. ആൻഡ് ഇതാണ് പ്രോംപ്റ്റിങ്ങിന്റെ ബേസിക്സ്. ഞാൻ ബേസിക് ഒരു സ്ട്രക്ചർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു സെറ്റിംഗ്സ് ഫോർ പ്രോംപ്റ്റിംഗ് അതും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് that will be for my session today. I'll go through what I explained today. ഒരു ബേസിക് വെബ് ഫ്രെയിംവർക്ക് എക്സ്പ്ലെയിൻ ചെയ്തു, ഫാസ്റ്റ് API, Streamlit ആൻഡ് VectorDB ഉപയോഗിച്ച്. പിന്നെ ഒരു BMI കാൽക്കുലേറ്ററിന്റെ ഒരു ടൂളിന്റെ ഒരു കോഡ് എക്സ്പ്ലെയിൻ ചെയ്തു. ഒരു ജെമിനി OS എൻവയൺമെന്റ് എങ്ങനെ സെറ്റപ്പ് ചെയ്യണമെന്ന് എക്സ്പ്ലെയിൻ ചെയ്തു. പ്രോംപ്റ്റിങ്ങിന്റെ ബേസിക്സ് വിത്ത് ഗൂഗിൾ AI സ്റ്റുഡിയോയുടെ ഒരു ബേസിക് ഇൻട്രോയും കൂടെ തന്നു. സോ that will be for today's session. Thank you. If doubts on the I'll explain. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ആ കൊളാബിൻ്റെയും ഇതിൻ്റെയും ലിങ്ക് വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ഇട്ടേക്കണേ. രണ്ട് കൊളാബ് ഫയലിന്റെ ലിങ്ക്സ് രണ്ടും ഗ്രൂപ്പിലേക്ക് ഇടാം. ഓക്കെ. കുറേ കാര്യങ്ങൾ മനസ്സിലായി, പുതിയ കുറേ അറിവുകൾ കിട്ടി. ഫീഡ്ബാക്ക് വരാൻ ആരെങ്കിലും വരുന്നു? എങ്ങനെ ഉണ്ടായിരുന്നു ക്ലാസ്? ചാറ്റിങ്ങിലൂടെ And hi bro, ഞാൻ നന്ദു എസ് കുമാർ, 30 years ആണ്. ആൻഡ് ഗൂഗിൾ AI സ്റ്റുഡിയോ ഞാൻ നേരത്തെ യൂസ് ചെയ്തിട്ടുണ്ട്, ചെറിയ രീതിയിൽ പ്രോജക്റ്റൊക്കെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്നും അത്രയും ഡീപ്പായിട്ട് പോലെ ജസ്റ്റ് ഒന്ന് യൂസ് ആക്കിയിട്ടുള്ളൂ. ആൻഡ് ഇത് സെഷൻ വാസ് റിയലി യൂസ്ഫുൾ. ആൻഡ് ഗൂഗിൾ കൊളാബ് അത് കുറച്ചും കൂടെ മനസ്സിലായി. ആൻഡ് AI സ്റ്റുഡിയോ 2. ആൻഡ് താങ്ക് യു. കൊലാബിന്റെ 2 ഫയലും ഷെയർ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് AI ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഫയല് യു കുഡ് റൺ
ബാക്കിയെല്ലാം റണ്ണബിൾ കോഡാണ്. വെബ് പൈത്തൺ എന്ന് പറഞ്ഞ കോഡ് ഇത് ചുമ്മാ ഒരു ഫ്രെയിം വർക്ക് മാത്രമാണ്, കണ്ടന്റ് മാത്രമേ ഉള്ളൂ. അത് റീഡ് ചെയ്ത് പോകാൻ റൺ ചെയ്താൽ ഔട്ട്പുട്ട് ഒന്നും കിട്ടും. ഓക്കെ, അപ്പോൾ നാളെയും മറ്റന്നാളും ക്ലാസ് കാണും. പ്രോംപ്റ്റ് എഞ്ചിനീയറിങ് കുറച്ചുകൂടി നല്ലോണം കുറേ കൂടെ പഠിക്കുന്ന രീതിയിലുള്ള ഒരു ക്ലാസ് വരുന്നുണ്ട് അടുത്ത നാളെ, അതായിരിക്കും. പിന്നെ ഓക്കെ, അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം വയ്യ ഷെയർ ആക്കുന്നതായിരിക്കും. സോ റാപ്പ് ആക്കാം. എന്ന് ചോദിച്ചത് എല്ലാവർക്കും താങ്ക് യു. നാളെയും ജോയിൻ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബൈ ഗൈസ്. ബൈ ബൈ.